പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരുമിച്ച് ഒരു ദിവസം കൂടെ ദൈവസല്ലായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്ന ദൈവ ജനത്തോട് ചേർന്ന് ഈ പ്രഭാതത്തിൽ അല്പസമയം ദൈവജന ശുശ്രൂഷിപ്പാൻ കർത്താവ് തരുന്ന നല്ല അവസരത്തിനായി കർത്താവിനെ ശ്രദ്ധിക്കുന്ന, എസ്പെഷ്യലി ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി കുടുംബം, അതുപോലെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഏകദേശം 30ഓളം ഡിവൈസസ് ഞാൻ കാണുന്നുണ്ട്. അവരെല്ലാം പ്രഭാത വന്ദനം അറിയിക്കുന്ന കർത്താവ് നിങ്ങൾ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിലൊക്കെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവം ഇടപെടുന്നു എന്നൊക്കെ ഞങ്ങൾ വ്യക്തമായി തിരിച്ചറിയുന്നു. രാവിലെയും വൈകിട്ടും ഒക്കെ നടക്കുന്ന മീറ്റിംഗിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ സാന്നിധ്യത്താൽ കർത്താവ് നമ്മളെല്ലാം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ആമേൻ. ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. സോറി, 6-ാം അധ്യായം 17-ാം വാക്യം, 16-ാം വാക്യം, 6-ന്റെ-16. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. സ്വർഗത്തിലെ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം ഇന്ന് പകൽക്കാലം ഞങ്ങൾ വായിക്കുമ്പോൾ, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ എന്ന് അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, അങ്ങയുടെ വചനം ഇരുവായുത്തലുള്ള ഏത് വാളിനെ കഴിഞ്ഞ് മൂർച്ചയേറിയത് സന്ധിമച്ചകളെയും ആത്മാവിനെയും പ്രാണനെയും വിടുവിക്കും വിധം തുളച്ചു ചെല്ലുവാൻ കഴിവുള്ളതുമാകയാൽ ആ ദൈവവചനം അയച്ച് ദൈവം ഞങ്ങളെ വിടുവിക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം അയച്ച് രോഗികളെ കർത്താവ് സൗഖ്യമാക്കണമേ. ദൈവവചനം അയച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യ പ്രവർത്തികളും ഇതിന്റെ അകത്ത് നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നീട്ടുകയും ദൈവ പ്രവർത്തികൾ വെളിപ്പെടുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏകനായ മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, ശത്രുവിനെയും പകേനെയും ഇണ്ടാതാക്കുന്ന ദൈവം, യെസ്, ദുഷ്ടനെ തകർക്കുന്ന കർത്താവ്, പൈശാചിക ബന്ധനങ്ങളെ അറുത്തു കളയുന്നവൻ, പൈശാചിന്റെ കോട്ടകളെ ഇടിച്ചു കളയുന്നവൻ, ശാപങ്ങളെ ഉടയ്ക്കുന്ന കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ നടുവിൽ ജനമനരഗതക ജുഡരമതലമൻ ആഴവേറിയ ദൈവപ്രവൃത്തിയുമായി വെളിപ്പെടാൻ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗം സഹായിക്കണമേ, അത്ഭുതം ചെയ്യണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെയാണ് നമ്മളെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. എഫേസ്യ ലേഖനം വളരെ മനോഹരമായ ലേഖനമാണ്. ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ലേഖനമാണ്. പൗലൂസിന്റെ കാരാഗൃഹ ലേഖനങ്ങളിൽപ്പെട്ട ലേഖനമാണ്. ആമേൻ. എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. ഇങ്ങനെ ഒത്തിരി പ്രത്യേകതകളാൽ നിറഞ്ഞ ലേഖനമാണ് ഈ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ ഈ കാര്യം എഴുതുന്നതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. 6-ാം അധ്യായം 10 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും. ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ താഴേക്ക് വായിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫെസോസ് സഭയുടെ ദൈവജനത്തോട് പറയുകയാണ്, സർവായുധ വർഗം ധരിക്കണം. സർവായുധ വർഗത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. 5 ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന 5 ആയുധങ്ങൾ കുറിച്ച് നമ്മൾ ധരിക്കേണ്ട 5 ആയുധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കേണ്ട 2 ആയുധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് ദൈവജനമാകുന്ന വാളും, ആമേൻ, പ്രാർത്ഥന. ഇത് രണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് എഫെസോസ് സഭയിലെ വിശ്വാസികളെ ഇപ്രകാരം പറയുന്നത് എന്ന് നമുക്ക് നോക്കിയിട്ട് വേഗത്തിൽ ഈ വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിലാണ് നമ്മുടെ ഈ എഫെസോസ് സഭയെ കുറിച്ച് പറയുന്നത്. ആ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, പൗലോസ്
എഫെസോസിലെത്തിയ ചരിത്രം അവിടെ പറയുന്നുണ്ട്. എഫെസോസിലെ ചരിത്രം എന്താണ്? എഫെസോസിലെ ചരിത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവമക്കളെ ഈ രീതിയിൽ പൗലോസ് ഒരു സർവായുധ വർഗം ധരിക്കണമെന്ന് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, എഫെസോസ് സഭയുടെ ചരിത്രം പറഞ്ഞാൽ, ഒന്ന്, അവിടുത്തെ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരുണ്ടായിരുന്ന പട്ടണമാണ് എഫെസോസ് പട്ടണം എന്നവിടെ വായിക്കാൻ കഴിയും 19:13 മുതലൊക്കെ വായിക്കുമ്പോൾ. രണ്ട്, മന്ത്രവാദികളുള്ള പട്ടണമാണ് എഫെസോസ് പട്ടണം. മൂന്ന്, അർത്തിമിസ് ദേവി എന്ന് പറയുന്ന പൈശാചിക ശക്തി കൊടികുത്തി വാഴുന്ന പട്ടണമാണ് എഫെസോസ് പട്ടണം എന്ന് പറയുന്നത്. നാല്, ദെമത്രിയോസ് എന്നൊക്കെ പറയുന്ന വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്ന പട്ടണമാണ് ഈ എഫെസോസ് പട്ടണം. അഞ്ച്, ഒത്തിരി മന്ത്രവാദ പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന പട്ടണമാണ് എഫെസോസ് പട്ടണം. കാരണം 50,000 വെള്ളിക്കാശിന്റെ മന്ത്രവാദ പുസ്തകങ്ങൾ അവർ കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പൈശാചിക ശക്തികൾ കൊടികുത്തി വാഴുന്ന ഈ പട്ടണത്തിൽ നിൽക്കണമെങ്കിൽ ഇത്രയും സർവായുധ വർഗങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ധരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ അന്ത്യകാലത്ത് ഈ പൈശാചിക ലോകത്തെ ഭരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. അമേൻ. സർവായുധ വർഗം ധരിക്കണം. അമേൻ. എന്നിട്ട് പറയും നമുക്ക് പോരാട്ടമുള്ളത് 12-ാം വാക്യം. അമേൻ. ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. ഈ പ്രഭാതത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല? ജഡരക്തങ്ങളോടല്ല. യെസ്, ഹല്ലേലൂയ. ഒരു വ്യക്തിയോട് നമുക്കിന്ന് പ്രഭാതത്തിൽ പോരാട്ടമില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടുമാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ചില ദുഷ്ടസേനകളെ ജയിക്കാനുള്ള ഒരു അഭിഷേകം ഇതിന്റെ അകത്ത് ദൈവം പകരാൻ വേണ്ടി പോവുക. ആമേൻ. അത്ഭുതകരമായ ചില വിടുതലുകൾ നമ്മൾ എല്ലാവരും ചേർന്ന് നിന്ന് പകൽക്കാലം അനുഭവിക്കാൻ വേണ്ടി പോവുക. സ്വർഗത്തിലെ ദൈവം ആ കാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല? ജഡരക്തങ്ങളോടല്ല കേട്ടോ, വാഴ്ചകളോടും അധിക സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടുമാണ്. എന്നിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, പല ആയുധങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ട്, അതൊന്നും ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടൂടെ പറഞ്ഞു, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. അമേൻ. അപ്പം ഒരു പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. പരിച എന്തിനു വേണ്ടിയിട്ടാണ്? അമേൻ. യുദ്ധത്തിലാണ് പരിച ഉപയോഗിക്കുന്നത്. പരിച എന്താണ്? ഒരു നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പരിച എന്ന് പറയുന്നത്. ആമേൻ. ആ പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. അപ്പൊ പരിച യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാം. കൂടെ വേറൊരു പദം കൂടെ പറഞ്ഞിട്ടുണ്ട്, ശത്രുവിന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. എന്താണ് തീയമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോമൻ പശ്ചാത്തലത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അപ്പോൾ റോമൻ പശ്ചാത്തലത്തിൽ എഴുതുമ്പോൾ അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പരിച എന്ന് പറയുന്നത് ഏകദേശം 4.5 അടി വീതിയും 2.5 അടി വ്യാസവും ഉള്ളതാണ് ഒരു പരിച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മരം കൊണ്ടുണ്ടാക്കിയതും ആമേൻ ഉണങ്ങിയ മൃഗത്തിന്റെ ഉണങ്ങിയ തോല് കൊണ്ട് പൊതിഞ്ഞതുമാണ് പരിച. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു പരിച എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട്. നല്ല വലിപ്പമുണ്ട്. ആ പരിച പിടിച്ചു കഴിഞ്ഞാൽ ശത്രുവിന്റെ അമ്പുകളെ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തോൽപ്പിക്കാനായിട്ട് കഴിയും. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പരിചക്കാരനുണ്ടായിരുന്നു. 17-ാം അധ്യായത്തില് പരിചക്കാരനുണ്ടായിരുന്ന ഗോലിയാത്ത് കേട്ടോ. ഗോലിയാത്തിന് ആരുണ്ടായിരുന്നു? പരിച പിടിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. കാരണം നല്ല നല്ല വെയിറ്റ് ഉണ്ട് പരിചയ്ക്ക്. അപ്പൊ അതുകൊണ്ട് യുദ്ധം ചെയ്യുന്ന വ്യക്തി ചിലപ്പോൾ പരിച പിടിക്കാറില്ല. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി പരിച മറ്റുള്ളവരുടെ കൈ കൊടുക്കും. യെസ്, ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പരിചക്കാരൻ പോലും പരാജയപ്പെട്ടാണ്ട് മുമ്പിൽ അഭിഷേകമുള്ള ദാവീദിന്റെ മുമ്പിൽ, പ്രൈസ് ഗോഡ്, ഇന്ന് രാത്രി ശത്രുവിന്റെ കയ്യിലെ പരിചയം ഓർത്തോ, ശത്രുവിന്റെ കയ്യിലെ പ്രൊട്ടക്ഷൻ ഓർത്തോ നമ്മൾ ഭാരപ്പെടേണ്ട. നമ്മുടെ കയ്യിലുള്ള അഭിഷേകത്തിന് ഇന്ന് പകൽ തകർക്കാൻ കഴിയാത്ത യാതൊരു പൈശാചിക ശക്തികളും ഇല്ല എന്ന് നമ്മൾ ആത്മാവിൽ തിരിച്ചറിയണം. റിബാന ശന്തന റബൽ കമല. നോക്കിക്കേ, ഇവിടെ ദാവീദ് 5 കല്ലും ഒരു കവണയുമായിട്ടാണ് പരിചയും പരിചക്കാരനും പരിചയം ഒക്കെ ഉള്ള ആളുകളുടെ പുറകെ അല്ലെങ്കിൽ ഗോലിയാത്തിനെതിരെ യുദ്ധത്തിന് പോകുന്നത്. ആമേൻ. ഇവിടെ ഒരു കാര്യം നമ്മൾ ആത്മാവിൽ തിരിച്ചറിയണം. എന്താണെന്നറിയാമോ? ഗോലിയാത്ത് ആമേൻ ദാവീദിന്റെ ആ കല്ലിന് മുമ്പിൽ പരാജയപ്പെട്ടു. നിങ്ങൾ നോക്കണം, ഈ ഗോലിയാത്തിനെ ദാവീദ് മുമ്പിൽ നിന്നാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കല്ല് ചുഴറ്റി എറിഞ്ഞത്. അവർ നെറ്റിയിൽ കൊണ്ടു, പക്ഷെ അവൻ വീണത് എങ്ങോട്ടാണ്?
നെറ്റിയിലിട്ട് നമ്മളിപ്പോ സത്യത്തിൽ ഒരു കല്ല് വന്നിങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ടാണ് വീഴേണ്ടത്. പക്ഷെ ദാവീദ് മുമ്പോട്ടാ വീണേ. ഇന്ന് പകൽ ഒരു കാര്യം മനസ്സിലാക്കണം, സൈന്യത്താലല്ല, ശക്തിയാലല്ല, നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാ ജയം വരുന്നത് കേട്ടോ. ഇന്ന് പകൽക്കാലം നമ്മൾ നെറ്റിയിലാണ് കൊണ്ടതെങ്കിലും ദാവീദിനെ അല്ലെങ്കിൽ ഗോലിയാത്തിന്റെ പുറകിൽ നിന്ന് ദൈവം കൈകാര്യം ചെയ്തു. ഇന്ന് പകൽക്കാലം നമ്മളെ വെല്ലുവിളിക്കുന്ന ചില ശക്തികളോട്, റിബൽ കമന ഘടകസ്യാര, ചില വെല്ലുവിളിക്കുന്ന ചില പൈശാചിക ബന്ധന ശക്തികളോടൊക്കെ ആരിടപെടാൻ പോവുകയാണ്? ദൈവം ഇടപെടാൻ പോവുകയാണ്. ഷൈനി ജോർജ് ആ ഡിവൈസിലുള്ള മകളോട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധ ആത്മാവ് ദൂത് പറയുക കേട്ടോ. റിമന ഹസ്തന റിഗൽ കമന, വളരെ നാളുകളായതുകൊണ്ട് വെല്ലുവിളിക്കുന്ന ചില പൈശാചിക ശക്തികളുണ്ട്, മുൻപോട്ട് വിടത്തില്ല. ആമേ തകർത്ത് കളയും. ആമേൻ ഹല്ലേലൂയ. 40ഓളം നാൾ ആമേൻ ഏലാ താഴ്വരയിൽ വെല്ലുവിളിച്ചതുപോലെ വെല്ലുവിളിക്കുന്ന ചില ശക്തികളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ആമേൻ അഭിഷേകത്തിന്റെ ശക്തിയോടെ മുൻപോട്ട് ചലിക്കാൻ തയ്യാറായിക്കൂ. അഭിഷേകത്തിന്റെ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കൂ. അത്ഭുതകരമായ ദൈവിക വിടുതലുമായി ദൈവം നിന്റെ കുടുംബത്തിന്റെ അകത്തിറങ്ങാൻ പോവുകയാണെന്ന് ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു ഉറപ്പിക്കുകയാ. ധരമാ ഹസ്തുന റഗൽക്കമന. ആമേൻ. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് രക്തങ്ങളോടല്ല കേട്ടോ, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടുമാ. ചില വ്യക്തികളെ കരങ്ങളിലെടുത്ത് അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന ചില പൈശാചിക ശക്തികൾ ചില വ്യക്തികളെ കരങ്ങളിലെടുത്ത് മാനസികമായി ക്ഷീണിപ്പിക്കുവാൻ, ശാരീരികമായി തളർത്തി കളയുവാനൊക്കെ ശ്രമിക്കുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ചില ദൈവപ്രവർത്തികളുമായി ഞാൻ ഇറങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ദൂത് പറയുക. അതുകൊണ്ട് ദൈവാത്മാവ് പറഞ്ഞു, പ്രാർത്ഥിച്ച് ഉണരേണ്ട സമയത്തിലൂടെയാണ് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. ദമന ഹസ്തന റിബൽക്കമന ഘടകരകഥന. എന്നാലും ദിവസങ്ങളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ചില ജയത്തിന്റെ വഴികൾ ദൈവം തുറക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞു. ചില ജയത്തിന്റെ വഴികൾ, ചില ജയത്തിന്റെ വാതിലുകൾ, ചില ജയത്തിന്റെ ദൈവിക പദ്ധതികളുമായി ഞാൻ ഭവനത്തിന്റെ അകത്തിറങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ദൂത് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കുക, ഇവിടെ ഈ പരിച പിടിക്കുന്ന പരിചക്കാരൻ പോലും ആമേൻ പരാജയപ്പെട്ടു. എന്നാൽ ഇവിടെ നമ്മൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, ദുഷ്ടന്റെ സകല തീയമ്പുകളെയും കെടുത്തേണ്ടതിന്. ആമേൻ. നോക്കുക, പക്ഷേ നമ്മുടെ ദാവീദിനെ സംബന്ധിച്ച് നോക്കിയാൽ, ദാവീദ് ഇതൊക്കെ കണ്ട മനുഷ്യനാണ്. ഒരു പരിചയക്കാരൻ പരാജയപ്പെടുന്നതും ആ പരിചയക്കാരന്റെ പരാജയത്തിന്റെ പരിണത ഫലമായിട്ട് ഗോലിയാത്ത് വീഴുന്നതും ഒക്കെ കണ്ട ദാവീദ് 3-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി, നീയോ യഹോവ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാണ്. ദാവീദിനറിയാം, എത്ര പരിചയമുള്ളവര് പരിച പിടിച്ചാലും, എത്ര പരിചയമുള്ളവര് പരിച പിടിച്ചാലും പരാജയപ്പെടാനുള്ള എന്തുണ്ട്? സാധ്യതയുണ്ട്. പക്ഷെ എന്റെ പരിചയ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ ഒരിക്കലും ഞാൻ പരാജയപ്പെടത്തില്ല. കാരണം നീയോ യഹോവ എനിക്ക് ചുറ്റും പരിചയം. ആമേൻ. കണ്ടോ, ദൈവത്തിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ച് ഒരാൾക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. റീബാന ശാന്തന റബൽ കമന. ഇന്ന് തൽക്കാലം ദൈവത്തിന്റെ സംരക്ഷണ ഭിത്തി അല്ലെങ്കിൽ സംരക്ഷണത്തിന്റെ പരിചയം തകർത്തുകൊണ്ട് ഒരു പൈശാചിക ശക്തിക്കും തൊടാൻ പറ്റത്തില്ല. അതാണ് ഇയ്യോബിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇയ്യോബിന്റെ പിശാചി ദൈവസേനയിൽ നിൽക്കാൻ ചെന്നു അല്ലെ, സാത്താൻ ദൈവസേനയിൽ നിൽക്കാൻ ചെന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? വെറുതെയാണോ ഇയ്യോ ഭക്തനായിരിക്കുന്നത്? നീ അവനുള്ള സകലത്തിനും അവനും എല്ലാത്തിനും വേലി കെട്ടിയിരിക്കുക. യെസ്, ഹല്ലേലൂയ. അവനെ വേലി കെട്ടി സൂക്ഷിക്കുന്നത് കൊണ്ട് അവനെ തോടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. പിന്നെ എപ്പോഴാ തൊട്ടതെന്നറിയാമോ? എപ്പോഴാ തൊട്ടത്? ആ വേലി പൊളിച്ച് അല്ലെങ്കിൽ ദൈവം അലൗ ചെയ്തപ്പോഴാ. ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിച്ചപ്പോഴാ തൊട്ടത്. അപ്പൊ ഇന്ന് പകൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദാവീദിന് സീക്രട്ട് മനസ്സിലായി. കാരണം പരിചയം ആരുടെ കൈ കൊടുത്തു? ദൈവത്തിന്റെ കൈ കൊടുത്തു. എന്നിട്ട് ദാവീദ് പറയാം, നീയോ യഹോവ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അത് ദാവീദ് പറയുന്ന സാഹചര്യം നമുക്കറിയാം. സ്വന്തം മകനായിരിക്കുന്ന അബ്ശലോം ദാവീദിനെതിരായി കഴിഞ്ഞപ്പോൾ, ദാവീദിനെതിരായിട്ട് നീങ്ങുമ്പോൾ വേറെ വഴികളൊന്നും ദാവീദിന്റെ മുമ്പിലില്ല. പ്രൈസ് ഗാഡ്. ഒരു വഴിയില്ല രക്ഷപ്പെടാൻ. മാത്രമല്ല, മകനെതിരായിട്ട് മറ്റുള്ളവരോട് പ്രതികരിക്കുന്നത് പോലെ ആർക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല? ദാവീദിന് പ്രതികരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ദാവീദ് സ്വർഗത്തിലെ ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, നീയോ യഹോവ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ആ പ്രാർത്ഥന ദൈവം അങ്ങ് കേട്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം ചില പ്രാർത്ഥനകൾ ഇതുപോലെ കേട്ട് ദൈവം നിനക്ക് എന്ത് തരാൻ പോവുക? മറുപടി തരാൻ പോവുക കേട്ടോ. ബിജോയ് ഇല്ലേ, ജമ്മു
ആമേൻ. ആ ഡിവൈസിലുള്ള മകനോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാവ് ദൂത് പറയുക കേട്ടോ. ആ വാക്യം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാവ് ചില വിഷയങ്ങളുടെ നടുവിൽ, ചില പ്രതിസന്ധികളുടെ നടുവിൽ ഈ പ്രാർത്ഥനകൾ ഉയരട്ടെ. അത്ഭുതകരമായ ചില വിടുതലുകൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം അയക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞ് ഉറപ്പിക്കുകയാ. വ്യക്തിപരമായി പലതും ദാവീദിനെ ആശ്രയിക്കാനുണ്ടെങ്കിലും വ്യക്തിപരമായി പലരോടും സഹായവും സംരക്ഷണവും ചോദിക്കാനുള്ള സാധ്യതകൾ ദാവീദിന്റെ മുമ്പിൽ നിലനിൽക്കുമ്പോഴും ദാവീദ് തന്റെ വ്യക്തിപരമായ സംരക്ഷണത്തിന് വേണ്ടി മനുഷ്യരിൽ ആശ്രയിച്ചില്ല. ദാവീദിന്റെ പൊതുവായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്: മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞ് ആശ്രയിച്ച ഒരു ദാവീദിനെ പോലെ ഈ ദിവസങ്ങളിൽ കർത്താവിൽ ആശ്രയിച്ചു. നിന്റെ ദേശത്ത് നിന്റെ തല ഉയർത്തത്തക്കവണ്ണം അസ്തന റഗൽക്കമന, തല ഉനിക്കുമെന്ന് പറഞ്ഞു വരുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ തല ഉയർത്തത്തക്കവണ്ണം ദൈവത്തിന്റെ ചില പ്രവർത്തികൾ വെളിപ്പെടുമെന്ന് പരിശുദ്ധ ആത്മാവിന്ന് പകൽക്കാലം ആലോചന പറഞ്ഞു ഉറപ്പിക്കുകയാണ്. ദാവീദ് പറയുകയാണ്, എന്റെ പ്രാണനെതിരെ ശത്രു പോരാടുന്ന ചില മേഖലകളുണ്ട്, ചില പൈശാചിക ശക്തികൾ എനിക്കെതിരെ വാടകോരുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ എന്റെ പ്രവൃത്തിയുമായി ഞാൻ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ഒരു സമയത്തിലൂടെ അത്രയും കടന്നു പോകുന്നതെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന പറയുന്നു. ഞാൻ നൽകാൻ കഴിയുന്ന സംരക്ഷണം ആർക്ക് നൽകാൻ കഴിയും? എനിക്ക് നൽകാൻ കഴിയുന്ന സംരക്ഷണം ഈ ഭൂമിയിൽ ആർക്ക് നൽകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് കർത്താവിന്റെ ദാസനെ കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ധൈര്യപ്പെടുത്തുകയാ. ആമേൻ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ തല ഉയർത്തുന്നു, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഈ വചനം ഈ ദിവസങ്ങളിൽ ധാരാളം കൃപകളാൽ തന്റെ അഭിഷിക്തനെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തന്റെ അഭിഷിക്തനോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, സ്വർഗം മാനിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ പറയുകയാണ്, ആമേൻ. എന്നൊരു മെയിൻ വിഷയത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. പരിചയെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയത്. വിശ്വാസം എന്ന അപ്പൊ തീയമ്പുകളെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ എന്താണ് ഈ യുദ്ധ സമയത്ത് ഈ അമ്പ് ഈ ഇതിലും കീലിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ ടാറിൽ മുക്കിയിട്ട് അതിന്റെ അറ്റത്ത് തീ കൊളുത്തിയിട്ട് എയ്ത് വിടും. എന്തിനാ അങ്ങനെ ചെയ്യുന്നറിയാമോ? ഈ മരം, ഞാൻ ആദ്യം പറഞ്ഞു, മരത്തിൻ്റെതാണ് പരിച. അതിൽ മൃഗത്തിന്റെ ഉണങ്ങിയ തോല് പൊതിഞ്ഞിട്ടുണ്ട്. ഈ അമ്പ് ആ പരിചയിലേക്ക് ചെന്ന് കയറുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ആ പരിചയ്ക്ക് തീ പിടിക്കും. പരിചയ്ക്ക് തീ പിടിച്ചു കഴിയുമ്പോൾ പരിച പിടിക്കുന്ന ആള് പരിച ഇട്ടിട്ട് ഓടും, അല്ലെങ്കിൽ പരിച താഴെ ഇടും. ആ സമയത്ത് അവനെ അമ്പ് ചെയ്ത് പോയി കൊല്ലും. അതാണ് അവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത്. അതാണ് തീയമ്പുകൾ. പക്ഷേ 1-2 പ്രാവശ്യം ഇങ്ങനെ പറ്റിക്കഴിഞ്ഞപ്പോ റോമൻ പടയാളികളൊക്കെ യുദ്ധത്തിന് മുമ്പ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പരിച വെള്ളത്തിൽ വെച്ച് ശരിക്കും അങ്ങ് നനയ്ക്കും. നനഞ്ഞ പരിച നനഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് തീയമ്പ് വന്ന് കയറുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ആ അമ്പ് കെട്ടുപോകും. എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് ചെന്നിട്ട് വെള്ളം ഉറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ നനഞ്ഞ ആ പരിച, ആ മൃഗത്തിന്റെ തോലൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുക, ആ വുഡ്, ആ മരം മുഴുവൻ നനഞ്ഞിരിക്കുക, അതിലേക്ക് ചെന്ന് കയറുമ്പോൾ അത് കെട്ടുപോകും. അതാണ് പരിച എന്ന് പറയുന്നത്. വെള്ളത്തിൽ നനയ്ക്കുക എന്ന് പറയുന്നത് ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ കൂടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഒരു ദുഷ്ടന്റെ അമ്പുകളും എന്ത് ചെയ്യത്തില്ല, തോടാൻ ദൈവം സമ്മതിക്കത്തില്ല. ജീസസ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഇതിന്റെ കണ്ണുനീരിന്റെ മറുപടികൾ തരുന്നൊരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഈ മീറ്റിംഗിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ചില തീയമ്പുകൾ കെട്ടുപോകുന്നു എന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറഞ്ഞ് ഉറപ്പിക്കുക. ബെൻഡിക്റ്റ് മാത്യു, ആ ഡിവൈസുള്ള കർത്താവിന്റെ മകനോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാവ് ദൂത് പറയുക. അസ്തന റഗൽക്കമന, ചില കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ചില പൈശാചിക ശക്തികൾ എയ്യുന്ന അമ്പുകൾ ഈ ദിവസങ്ങളിൽ തകർന്നു പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ 15 സംവത്സരം ആയുസ് നീട്ടിക്കൊടുത്തതുപോലെ അർദാ ലെഗൽ കമ്പനി വൈഡബ ജുഡരമന ഘടകസ്യ ഈ ദിവസങ്ങളിൽ ശക്തമായി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ചില ശക്തമായ പ്രവൃത്തികൾ വ്യക്തിപരമായ ജീവിതത്തിൽ കാണാൻ പോവുകയാണെന്ന് പരിശുദ്ധ ആത്മാവ് ദൂത് പറയുകയാണ്. ബന ഹത്തുന റബൽ കമന. ഹല്ലേലൂയ. ഇരമ്യാവ് പ്രാർത്ഥിച്ചു, കർത്താവെ, കരയുവാൻ എന്റെ കണ്ണുനീർ ഉറവയായെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങളുടെ മുമ്പിൽ പൊഴിക്കുന്ന കണ്ണുനീരിന്റെ മറുപടിക്ക് വേണ്ടി ഒരുങ്ങാൻ പരിശുദ്ധ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ദൂത് പറയുകയാണ്. ദഗന റിഗൽ കമന ഘടകശതരമ ഉടക്ഷരവ
വദനഘടകസ്യ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു മറുപടികൾ കിട്ടിയ ജീവിത അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം അമീൻ അമീൻ പരിചയ തീപിടിപ്പിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സൈന്യത്തിന്റെ ബുദ്ധിമണ്ഡലത്തെ തകർക്കുന്ന രീതിയിൽ ആ പരിച കണ്ണുനീര് കൊണ്ട് നനയ്ക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനുകളും ആമീൻ ചിലത് നിറവേറത്തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും നൽകി ഞാൻ ആമീൻ സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന ദൈവമാണെന്ന് പരിശുദ്ധ ആത്മാവിന്റെ പ്രഭാതത്തിൽ ആലോചന പറഞ്ഞു ഉറപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ കാണാനായിട്ട് ഇടയായിത്തീരും. ദുഷ്ടന്റെ ചില പദ്ധതികൾ തകർന്നു പോകാനിടയായിത്തീരും. അവൻ ഒരുക്കുന്ന ചില കെണികളിൽ നാളുകളിൽ തകർന്ന് തരിപ്പണമാകാൻ ഇടയായിത്തീരും. പകരം വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പി. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. അതാണ് ഫിലിപ്പിയർ 4:13. ആമേൻ. ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചോളൂ പ്ലീസ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. മതി. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എങ്ങനെ നമ്മളിന്ന് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് വിശ്വാസത്തിന്റെ പരിച ഉപയോഗിക്കുന്നത് എന്നൊരു ചിന്തയാണ് നമ്മൾ ഇന്ന് രാവിലെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര ഒരു വിടുതലായിട്ട് അത് മാറും, എനിക്ക് സംശയമൊന്നുമില്ല. അപ്പൊ നോക്കുക, പൗലോസ് അപ്പോസ്തലൻ അല്ലെ, ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധിയിലൂടെയും കടന്നുപോയ മനുഷ്യനാണ്. ഒരു സമയത്ത് പൗലോസ് കടന്നുപോയ പ്രതികൂലങ്ങളുടെ മുമ്പിൽ പൗലോസ് തന്നെ വിചാരിച്ചു അല്ലെ, മരിച്ചു എന്നൊക്കെ വിചാരിച്ച ഓടയിൽ നിന്ന് പൗലോസിനെ എടുത്ത ആമേൻ ചരിത്രങ്ങളുണ്ട്. ആമേൻ. ഒത്തിരി ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങളുടെ പൗലോസ് കടന്നു പോവുകയാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന് രോഗം ഉണ്ടായിരുന്നു. 3 വട്ടം പ്രാർത്ഥിച്ചു. എത്ര വട്ടം പ്രാർത്ഥിച്ചു? 3 വട്ടം പ്രാർത്ഥിച്ച് എന്തിനു വേണ്ടിയാ? ഹീലിംഗിന് വേണ്ടിയാ പ്രാർത്ഥിച്ചു, സൗഖ്യത്തിന് വേണ്ടിയാ പ്രാർത്ഥിച്ചു. കാരണം തനിക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപയുള്ള മനുഷ്യനാ പൗലോസ് അല്ലേ. പണ്ട് റൂമാല് വീണപ്പോ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. മരിച്ച യൂത്തിക്കോസിനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും തന്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു രോഗത്തിന്റെ അവസ്ഥ വന്നപ്പോൾ പൗലോസ് പ്രാർത്ഥിച്ചു. 3-ാമത്തെ പ്രാവശ്യം ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ആമേൻ. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ എന്ത് ചെയ്യുന്നതാണ്? തികഞ്ഞു വരുന്നു. യെസ്, പൗലോസിനോട് ദൈവം പറയുക, എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, പൗലോസ് ആ ഒരു വാക്ക് കേട്ടതിന് ശേഷം പൗലോസ് ഒരിക്കലും ക്ഷീണിച്ചു പോയിട്ടില്ല. ഇവിടെ വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ചില ക്ഷീണങ്ങളൊക്കെ വരുമ്പോൾ, ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ, മുൻപോട്ട് പോരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ സ്വയമായി ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയാതെ വരുമ്പോൾ പൗലോസ് വിശ്വാസത്തിന്റെ എന്തെടുത്തു? പരിച എടുത്തു. യെസ്, ഹല്ലേലൂയ. എന്തെടുത്തു? വിശ്വാസത്തിന്റെ പരിച. ആമേൻ. വിശ്വാസത്തിന്റെ പരിചയം എന്താ പറയുന്നത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ആരാണ്? ഞാൻ സകലത്തിനും മതിയായവൻ. മിനി മാത്യു ആ ഡിവൈസിലുള്ള മകളോട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധ ആത്മാവ് ഇടപെടുകയാകട്ടോ. ഈ ദിവസങ്ങളിൽ ഈ വിശ്വാസത്തിന്റെ ചില വാക്കുകൾ പറഞ്ഞു. വിശ്വാസത്തിന്റെ ചില വാക്കുകൾ അത് നിനക്കൊരു പരിചയമാണെന്ന് പരിശുദ്ധ ആത്മാവ് ദൂത് പറയുക. അർദ്ധന റിബൽ കമ്പനി വൈഡബ ജുഡരമന ഘടകസ്യ. വിശ്വാസം എന്ന പരിച. ആമേൻ. റസ്കന റിഗൽ കമന. പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, ആമേൻ, മുൻപോട്ട് കടന്നു പോകാൻ കഴിയാത്ത ചില വിഷയങ്ങളുടെ നടുവിൽ വിശ്വാസത്തിന്റെ പരിചയം എടുത്ത് പിടിച്ച പൗലോസിനെതിരെ ശത്രുവിന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കർത്താവിന്റെ ദാസിയോട് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്നെയോ നിന്റെ കുടുംബത്തെയോ ജയിക്കുവാൻ ശത്രുവിന് കഴിയാതെ വണ്ണം ഒരു വലിയ ദൈവിക സംരക്ഷണം നിനക്ക് വേണ്ടി ദൈവം ഈ പ്രഭാതത്തിൽ ഒരുക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രഭാതത്തിൽ ദൂത് പറയുക. ഇത്ര ശക്തമായൊരു സാന്നിധ്യം, ഇത്ര ശക്തമായൊരു സംരക്ഷണം ഭൂമിയിൽ ആർക്കും നൽകാൻ കഴിയാത്ത ചില സംരക്ഷണത്തിന്റെ പരിചയുടെ സംരക്ഷണം ഭവനത്തിന് പ്രത്യേകമായിട്ട് ദൈവത്താൽ ഇന്ന് പകൽക്കാലത്തെ ഈ മീറ്റിംഗിൽ ഒരുക്കപ്പെടുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ആകയാൽ ദൈവാത്മാവ് പറയുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ചില പരിചയം എടുക്കാൻ തയ്യാറായാൽ എല്ലാറ്റിനും മീതെ ചില ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടും. എല്ലാറ്റിനും മീതെ ചില ജയങ്ങൾ വെളിപ്പെടും. എല്ലാത്തിനും മീതെ ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന്
ആലോചന പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ വിശ്വാസത്തിന്റെ പരിചയം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് റോമാക്കാരുണ്ടാക്കിയതുപോലെ ഒരു പരിചയം ഉണ്ടാക്കാനല്ല പറയുന്നത്. വിശ്വാസത്തിന്റെ വാക്കുകളാണ് എല്ലാറ്റിനും മീതെ. കേട്ടോ, പൗലോസ് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എല്ലാത്തിനും ജയിക്കാൻ കഴിയും. ആമേൻ. ഇന്ന് പകൽക്കാലം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അത് പരിചയായ വാക്കാണ്. അങ്ങനെയെങ്കിൽ പൗലോസ് ഒരു സ്ഥലത്തും പരാജയപ്പെടാതെ മുന്നേറിയെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തന ജീവിതത്തിൽ വെളിപ്പെട്ടു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അങ്ങനെയാ പരിചയം എടുക്കുന്നത്. ഇനി ഈ വിശ്വാസത്തിന്റെ പരിചയം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം എടുത്തല്ല. 4-ാമത്തെ വാക്യം ഒരാൾ വായിച്ചു. മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. മതി. അടുത്ത വാക്യം. അബ്രഹാം ബാലിക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാമെന്ന് പറഞ്ഞു. മതി. ഹല്ലേലൂയ. നോക്കുക, വിശ്വാസത്തിന്റെ പരിച ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വിശ്വാസത്തിന്റെ പിതാവെന്ന് അവകാശപ്പെടുന്ന അബ്രഹാം നമ്മളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് വിശ്വാസത്തിന്റെ പരിച എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മോറിയ മലയിൽ ചെന്ന് യാഗം കഴിക്കാനൊക്കെ പറയുന്നു. ആ രംഗമൊക്കെ നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഭാഗമാണ്. അബ്രഹാം ആ സ്ഥലം ദൂരത്തു നിന്ന് കണ്ടു. ഏത് സ്ഥലം? ഇസഹാക്കിനെ യാഗം കഴിക്കാനുള്ള സ്ഥലം ദൂരത്തു നിന്ന് ആര് കണ്ടു? അബ്രഹാം കണ്ടു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ കാണുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് വലിയ കോട്ട സംഭവിക്കുന്നത്. കേൾക്കുമ്പോൾ അത്ര പ്രശ്നമില്ല. ഉണ്ടോ? ഇല്ല. ആമേൻ. കാണുമ്പോഴാണ്. ആമേൻ, ഹല്ലേലൂയ. പലതും പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് അത്രമാത്രം ടെൻഷൻ ഒന്നുമില്ല. പക്ഷേ ചിലത് കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നോക്കുക, ഇവിടെ അബ്രഹാം ആ സ്ഥലം എന്ത് ചെയ്തു? ദൂരത്ത് നിന്ന് കണ്ടു. ഏത് സ്ഥലം? ഇസഹാക്കിനെ യാഗം കഴിക്കാനുള്ള മല ദൂരത്ത് നിന്ന് കണ്ടു. നോക്കിക്കേ, ഇന്ന് പ്രഭാതത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അബ്രഹാം ദൂരത്ത് നിന്ന് ആ മല കാണുക. ആ മല കണ്ടപ്പോൾ അബ്രഹാം എങ്ങനെ റിയാക്ട് ചെയ്തത്? നമ്മളാണെങ്കിൽ ആ ഒരു സ്ഥലം കാണുമ്പോൾ ദൈവമേ അല്പസമയം കഴിയുമ്പോൾ ആ കുഞ്ഞിനെ അവിടെ വെച്ച് യാഗം കഴിക്കുമെന്ന് പറഞ്ഞ് ഒരുപക്ഷെ മനസ്സ് തകർന്ന് ഹൃദയം നുറുങ്ങിയവരായി തീരാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അബ്രഹാം അതൊന്നും ചെയ്തില്ല. ആ സ്ഥലം ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ വിശ്വാസത്തിന്റെ വാക്ക് പറയാൻ തയ്യാറായി. റീബാന ശന്തന റബൽ കമന. ഇന്ന് പകൽക്കാലം പരാജയപ്പെടുമെന്ന് പറയുന്ന ചില വാർത്ത കേൾക്കുമ്പോൾ, പരാജയപ്പെടുമെന്ന് പറയുന്ന ചില സ്ഥലങ്ങൾ കാണുമ്പോൾ, ഇന്ന ഇടത്തു നീ വീഴും, ഇന്ന ഇടം കഴിഞ്ഞ് നീ മുമ്പോട്ട് പോകത്തില്ല എന്നൊക്കെ ശത്രു പറയുമ്പോൾ എത്ര പേർക്ക് വിശ്വാസത്തിന്റെ പരിച എടുക്കാനായിട്ട് കഴിയും? അബ്രഹാമോട് വിശ്വാസത്തിന്റെ പരിച എടുത്തു. എന്താ പരിച? അബ്രഹാം ബാല്യക്കാരോട് പറയുക, നിങ്ങൾ ഇവിടെ ഇരിപ്പി, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അതൊരു വലിയ വിശ്വാസത്തിന്റെ വാക്കാണ്. അതാണ് ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ പരിചയം എങ്ങനെ എടുക്കുന്നതെന്ന്. ആ സ്ഥലം കണ്ടപ്പോൾ അബ്രഹാം വേഗത്തിൽ പറയുകയാണ്, വിശ്വാസത്തിന്റെ പരിചയം എടുത്തിട്ട് പറയുന്നു. ആ പരിചയം എന്ന് പറഞ്ഞ ആ വാക്കിനെയാണ് ഞാൻ അവിടെ പരിചയം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, പറയുക, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ബാല്യക്കാർ നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരാജയപ്പെടുമെന്ന് പറയുന്ന അല്ലെങ്കിൽ തകരുമെന്ന് പറയുന്ന വിഷയത്തെ നോക്കി ഇതുപോലെ പറയാനുള്ള ദൈവ സാന്നിധ്യം എത്ര പേരുടെ മേലുണ്ട്? റീബാന ശന്തന റബൽ കമന. ഇന്ന് പകൽക്കാലം ബീനാജയ് സിസ്റ്റർ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് പറയുകയാണ്. അർദ്ധന റിഗൽ കമന വൈശന്തൽ പ്രൗഢരമന കക്ഷസ്യ. തകർക്കുമെന്ന് പറയുന്ന ചില വിഷയങ്ങൾ കടന്നു വരുന്നു. ആമെ തകർക്കുമെന്ന് പറഞ്ഞു വരുന്ന ആമെ ചില പ്രതികൂലത്തിന്റെ പോയിന്റുകളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ പരിചയം എടുത്ത് അബ്രഹാം പറഞ്ഞതുപോലെ പറയാൻ തയ്യാറായാൽ ചില പ്രതികൂലങ്ങൾ നിങ്ങളെ വിട്ട്, നിങ്ങളുടെ കുടുംബത്തെ വിട്ട് ഓടി അകലുന്നുവെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ചില ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെടാൻ പോവുക. ചിലതൊക്കെ കാണിച്ച് പിശാച് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ചില പ്രതികൂലങ്ങളെ കാണിച്ചുകൊണ്ട് സാത്താന്യ മണ്ഡലം പറയുന്നു, നീ ഇതിനെ ജയിക്കത്തില്ല, നിന്റെ പരാജയത്തിന്റെ സ്പോട്ടാണിത്, ഇവിടം കൊണ്ട് നീ മുമ്പോട്ട് പോകത്തില്ലെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പകൽക്കാലം അബ്രഹാം പറയുന്നത് പോലെ, അബ്രഹാം എടുത്തതുപോലെ വിശ്വാസത്തിന്റെ പരിച എടുക്കാൻ തയ്യാറായാൽ അത്ഭുതകരമായ ചില വിടുതലുകൾ നിന്റെ ഭവനത്തിന്റെ അകത്ത് വെളിപ്പെടുമെന്ന് പരിശുദ്ധ ആത്മാവ് ദൂത്
പറയുന്നു. ഈ ദിവസങ്ങളിൽ ചില വചനഭാഗങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ അത് ഉരുവിട്ട് ഭവനത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. അത്ഭുതകരമായ ചില വിടുതലുകളുമായി സ്വർഗത്തിലെ ദൈവം നിന്റെ ഭവനത്തിന്റെ അകത്ത് വെളിപ്പെടുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധ ആത്മാവ് ദൂത് പറഞ്ഞ് ഉറപ്പിക്കുകയാ. അർദ്ധന റിഗൽക്കമനെ വൈഡവ ജുഡരമന ഘടകസ്യ. ആ സ്ഥലം അബ്രഹാം കണ്ടപ്പോൾ അബ്രഹാമിന് വേണമെങ്കിൽ നിരാശയിലേക്ക് താഴ്ന്നു പോകാമായിരുന്നു. കർത്താവിന് അല്പസമയം കൂടെ എന്റെ മകനെ കാണാൻ കഴിയുമല്ലോ എന്നൊരു ചിന്തയിലൂടെ അബ്രഹാമിന് വേണമെങ്കിൽ കടന്നു പോകാമായിരുന്നു. അല്പസമയം കഴിയുമ്പോൾ എന്നേക്കുമായിട്ട് ഇസഹാക്ക് നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ചിന്തയിലൂടെ തനിക്ക് കടന്നു പോകാമായിരുന്നു. അത് തനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമായിരിക്കുമ്പോൾ തന്നെ അബ്രഹാം വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. ബാല്യക്കാരോട് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഭവനത്തെ വിട്ട് ചില പ്രതികൂലങ്ങൾ അഴിഞ്ഞു മാറാൻ പോവുകയാ. നിന്റെ ഭവനത്തെ വിട്ട് ചില പ്രതിസന്ധികൾ ഓടി അകലാൻ വേണ്ടി പോവുകയാ. നിന്റെ ഭവനത്തെ വിട്ട് ശത്രുവിന്റെ ചില പ്രവൃത്തികൾ അഴിഞ്ഞു മാറാൻ പോവുകയാണെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ദൂത് പറയുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ശക്തമായി ശ്വാസത്തിൽ ഉറച്ചും ധൈര്യപ്പെട്ടും ഇരുന്നു. ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടും. ശ്വാസത്തിന്റെ പരിച സകലത്തിനും മീതെ, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ മുഴുവൻ കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസത്തിന്റെ പരിച എടുപ്പാൻ ഇന്ന് പകൽ തയ്യാറായാൽ വലിയ ചില ദൈവപ്രവർത്തികൾ കാണുമെന്ന് പരിശുദ്ധ ആത്മാവിന്റെ പ്രഭാതത്തിൽ ആമേൻ ദൂത് പറഞ്ഞു ഉറപ്പിക്കുകയാണ്. രക്തത്താൽ ചെയ്യും. നോക്കുക, അബ്രഹാം ആ സ്ഥലം ദൂരത്ത് നിന്ന് കണ്ടു. ഞാനും നിങ്ങളും നമ്മളും ഒക്കെ ആണെങ്കിൽ ആ സ്ഥലം കാണുമ്പോഴേക്ക് ഫ്ലാറ്റ് ആവും അല്ലേ? അയ്യോ, ഇനി ഒട്ടും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. 2 ദിവസം എന്താ പറയുക, ഈ ആ സ്ഥലത്തെ കുറിച്ചൊരു ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആ ചിന്തയൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ഇപ്പൊ ആ സ്ഥലം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേൻ, ഇനി അല്പം പോലും സമയമില്ല, തൊട്ട് അടുത്തെത്തിയിരിക്കുകയാണ്. അമേൻ. എന്നാൽ അബ്രഹാം അവിടെ എത്തിയപ്പോൾ വിശ്വാസത്തിന്റെ പരിചയം എടുത്തിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങളിവിടെ ഇരിക്കുക. ബാല്യക്കാരോട് നിങ്ങൾ ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. കണ്ടോ, ഇന്ന് പ്രഭാതത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ദൈവം എന്താ പറഞ്ഞേ? തന്റെ ഏകജാതനായിരിക്കുന്ന മകൻ ഇസ്ഹാക്കിനെ തന്നെ മോറിയ മലയിൽ യാഗം കഴിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ പറയുകയാണ്, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ഹല്ലേലൂയ, ആമേൻ. റീന ജോ റോബി അല്ലേ, ആ ഡിവൈസ് കർത്താവിന്റെ ദാസിയോട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഇടപെടുകയാണ്. തുടരമ ഹത്തുന റബൽ പ്രൗഢ രമന ഗക്ഷസ്യ. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഇടപെടുകയാണ്. റീബൽ കമന ഹസ്തൽ പ്രൗഢ രമന ഘടക ശന്തൽ പ്രൗഢ രമന ഘടകസ്യ. അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. യെസ്, അവിടെ വചനം അങ്ങനെ വായിക്കുന്നത്. ഹസ്തൽ പ്രൗഢ രമന ഘടകസ്യ. അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. അബ്രഹാമും ഇസഹാക്കും ഒരുമിച്ച് നടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ആമേ കുടുംബമായി ഒരുമിച്ചുള്ള ചില പ്രാർത്ഥനകൾ അത്ഭുതകരമായ ചില വിടുതലുകളെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും ഏക ഹൃദയമുള്ളവരായിരുന്നു. ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് ചോദിക്കുന്ന ഏത് വിഷയത്തിലും പിതാപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും പ്രാർത്ഥനയുടെ മറുപടികൾക്കും വേണ്ടി ഒരുങ്ങാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആലോചന പറയുന്നു. റമന ഹസ്തുന റബൽ കമന. ചില പ്രാർത്ഥനയുടെ മറുപടികൾ, കണ്ണുനീരിന്റെ മറുപടികൾ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവം തരാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു. എങ്ങനെ എന്ന് ഓർത്ത് ഇന്ന് പകൽക്കാലം നീ ഭാരപ്പെടേണ്ട. ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ ആമേൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നോർത്തൊന്നും ഭാരപ്പെടേണ്ടെന്ന് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ദൈവത്തിന് ചില പ്രത്യേക പദ്ധതികളും ദൈവത്തിന് ചില പ്രത്യേക പ്ലാനുകളും ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിലുണ്ടെന്ന് കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. സെരുബാബേലിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. സെരുബാബേലേ, നിന്റെ മുന്നിലുള്ള മഹാപർവ്വതമേ നീ ആര്? സെരുബാബേലിന്റെ മുന്നിലുള്ള മഹാപർവ്വതമേ നീ ആര്? നീ സമഭൂമിയായി ചില വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ സമഭൂമികളായി തീരത്തക്കവണ്ണം ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രയെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഇടപെടുകയാണ്. അവിടെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ചില വിടുതലുകൾ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആമേൻ, വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. നോക്ക്, അബ്രഹാം വിശ്വാസത്തിന്റെ പരിചയം കൊണ്ടെടുത്തു. ബാല്യക്കാട് പറയും, നിങ്ങളിവിടെ ഇരിക്കേ, ഞങ്ങളും ബാലും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ഞങ്ങൾ മടങ്ങി വരും. കാരണം വാഗ്ദത്തമുള്ളവരാണ് എൻ്റെ കൂടെ വരുന്നത്. ആമേൻ. വാഗ്ദത്തവും ദൈവിക പദ്ധതിയും ഉള്ളവനാണ് ആമേൻ എൻ്റെ മകൻ. അതുകൊണ്ട് അവനെ ആ മലയുടെ മുകൾ കൊണ്ട് തകർക്കാൻ
സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ചിലതിന്റെ ഡെഡ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെ നിന്ന് ചില തുടക്കങ്ങൾ തരാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് കഴിയും കേട്ടോ. സീത എന്ന് പറയുന്ന ആ ഡിവൈസിലുള്ള മകളോട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധ ആത്മാവ് ഇടപെടുകയാ. ചിലതൊക്കെ തീർന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് തുടങ്ങാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നീ വിളിച്ചപേക്ഷിക്കുന്നത്. രക്തത്താൽ ജയം അർദ്ധൽ കമന ഘടകജുട രമന ഗക്ഷസ്യ. ചിലതൊക്കെ തീർന്നു, ഇനി മുൻപോട്ടൊരു പ്രയാണമില്ല, മുൻപോട്ട് പോകാൻ പറ്റത്തില്ല, ഇവിടം കൊണ്ട് അവസാനിച്ചു എന്നൊക്കെ ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ആമേൻ ആമേൻ ദൈവം ഇടപെടാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. പ്രതീക്ഷയറ്റ ചില വിഷയങ്ങളുടെ നടുവിൽ, ഒരു ഹോപ്പ് ലെസ് വിഷയത്തിന്റെ നടുവിൽ, ഒരു പ്രതീക്ഷയില്ലാത്ത വിഷയത്തിന്റെ നടുവിൽ, ഒരു ഹോപ്പ് ഇല്ലാത്ത വിഷയത്തിന്റെ നടുവിൽ എന്റെ പ്രവൃത്തിയുമായി ഞാൻ ഇറങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവ് തന്റെ മകളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സകല പ്രതീക്ഷകളും ആമേൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥനകൾ നിർത്തിയെന്ന് വരാം, ആമേൻ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നത് നിർത്തിയെന്ന് വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിചാരിച്ച് ചിന്തിച്ച് ഒരു പ്രാർത്ഥനാ വിഷയങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. നിശക്തമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ചില തുടർച്ചകൾ നൽകാൻ, തുടർച്ചകൾ നൽകാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ചിലതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് ചിന്തിക്കുന്ന മേഖലയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചിലർ ഫുൾ സ്റ്റോപ്പുകളെ മാറ്റി വീണ്ടും ചില ദൈവപ്രവർത്തികൾ ആ വിഷയത്തിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധ ആത്മാവ് ദൂത് പറഞ്ഞു ഉറപ്പിക്കുകയാണ്. രക്തത്താൽ ജയം റീബൽ കമന ഹസ്തുരാജകൾ പ്രൗഢൻ അമനകക്ഷസ്യ. നോക്കുക, അബ്രഹാം പറഞ്ഞു, വിശ്വാസത്തിന്റെ പരിചയം എടുത്ത് പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ. ബാല്യക്കാരോട് പറയാം, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. വാട്ട് എ ബ്യൂട്ടിഫുൾ വേർഡാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സംഭവിച്ചത് നമുക്ക് ചരിത്രം നമുക്കറിയാം. എന്നാൽ അടുത്ത വാക്യം നിങ്ങൾ നോക്കി, 7-ാമത്തെ വാക്യം 22:7 വായിച്ച ആരെങ്കിലും. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. പറയാണ്, തീയും വിറകുമുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു. അടുത്ത പദം, ഈ വിശ്വാസത്തിൽ നിൽക്കുന്നവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രതികൂലങ്ങൾ ഉണ്ടാവും. അതാ വേറെ പ്രത്യേകത. ഇപ്പൊ ബാല്യക്കാരോട് പറഞ്ഞു, അത് കഴിഞ്ഞ് വിശ്വാസത്തിന്റെ വാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അടുത്തത് മകൻ ചോദിക്കാൻ തുടങ്ങി. അമേൻ. അടുത്ത മകൻ ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? അപ്പൊ കത്തിയുണ്ട്, വിറകുണ്ട്, അമേൻ, എല്ലാം ഒക്കെ ഉണ്ട്, യാഗത്തിനുള്ള എല്ലാം ഉണ്ട്, പക്ഷെ മൃഗം എന്തിയെ? എന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? ഇനി ഈ ഇസഹാക്ക് അപ്പൻ യാഗം കഴിക്കുന്ന കണ്ടിട്ടുണ്ട്, അറിയാം, ഹോമയാഗത്തിനാ പോകുന്നത്, മൃഗമില്ലാതെ യാഗം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ മൃഗമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇനി ഒരു മൃഗം വെളിപ്പെടാനുള്ള സാധ്യതയുമില്ല. ആമേൻ, ഹല്ലേലൂയ. ഇനി ഒരു മൃഗത്തെ കാണാനുള്ള സാധ്യതയില്ല. ഈ 2 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തെ വഴി നടന്നപ്പോൾ പലതും അല്ലെങ്കിൽ പല മൃഗങ്ങളെ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മലയുടെ താഴ്വരയിൽ വന്ന് നിൽക്കുക, ഇനി കയറുന്നത് മലയുടെ മുകളിലേക്കാണ്. അതിന്റെ മുകളിലേക്കുള്ള വഴി താരയിൽ ഒരു മൃഗം ലഭിക്കാനുള്ള സാധ്യതയില്ല. യെസ്, റീബാന ശന്തന റബൽ കമന. ഹല്ലേലൂയ. ലെസ്സി ജോൺ ബാംഗ്ലൂർ, അല്ലെ? ലെസ്സി ജോൺ ബാംഗ്ലൂർ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഇടപെടുകയാണ്. അസ്കന റഗൽ കമന ഹസ്തൽ പ്രൗഢനമ. ദൈവപ്രവൃത്തിയുടെ ചില സമയങ്ങളൊക്കെ കഴിഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്ന ചില മേഖലകളുണ്ട്. കർത്താവേ, ചില സ്ഥലങ്ങളൊക്കെ ഞാൻ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിചാരിച്ചു, ചില സമയങ്ങളിലൊക്കെ ഞാൻ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിചാരിച്ചു, ചില മാസങ്ങളൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ മാസങ്ങളും കാലങ്ങളും ഒക്കെ കഴിഞ്ഞുപോയി, കലണ്ടറുകൾ പലതും അറിഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഇല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയത്തിലേക്ക് കർത്താവ് വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് കർത്താവിന്റെ ദാസിയോട് പ്രഭാതത്തിൽ ആലോചന പറഞ്ഞ് ഉറപ്പിക്കുക. ധൈര്യപ്പെടാൻ കർത്താവിന്റെ ആത്മാവ് പറയുന്നു. അർദ്ധനാറകൽ കമന. ഇനി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുള്ള സമയമില്ല.
ഇനി ഒരു ദൈവപ്രവൃത്തി കാണാനുള്ള ആരോഗ്യമില്ല, ഇനി ഒരു ദൈവപ്രവൃത്തിക്ക് ചുമല് കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ചില മേഖലകളുടെ നടുവിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ദൂത് പറയുന്നു, ഇല്ല ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും, ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട്, ഇനിയും ദൈവത്തിന്റെ കരം പ്രവർത്തിപ്പാൻ ശക്തമാണ്. കേൾക്കാൻ കഴിയാതെ അവന്റെ ചെവി മന്ദമായിട്ടില്ല എന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം സമയങ്ങൾ തീർന്നു, കാലങ്ങൾ കഴിഞ്ഞുപോയി എന്നൊക്കെ ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ എന്റെ പ്രവൃത്തിയുമായി എന്റെ ദൂതന്മാർ നിന്റെ ഭവനം സന്ദർശിക്കുന്ന ദിവസങ്ങളിലേക്ക് നീ അടുത്തു വരുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. അതുകൊണ്ട് ധൈര്യമായി മുൻപോട്ട് ചലിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ആലോചന പറഞ്ഞുറപ്പിക്കുകയാണ്. ഈ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ അബ്രഹാം അല്പമൊക്കെ ഒന്ന് പതറി പോയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചോദിക്കുന്ന ആരാ? മകനാ ചോദിക്കുന്നത്. എങ്ങനെയാ ചോദിക്കുന്നത്? ഡയറക്റ്റ് ചോദിക്കുക. അപ്പ കത്തിയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള മൃഗം എവിടെ? ഈ 2 ദിവസം ഇസഹാക്ക് ഈ ചോദ്യം ഒന്നും, അല്ലെങ്കിൽ 3 ദിവസം യാത്രയിൽ ഇസഹാക്ക് ഈ ചോദ്യം ഒന്നും ചോദിച്ചില്ല. എന്താ കാര്യം എന്നറിയാമോ? എവിടുന്നെങ്കിലും ഒരു ആട്ടിൻകുട്ടിയെ കിട്ടും. ഓൺ ദ വേ ദേ വിൽ ഗെറ്റ് എ റാം. ഒരു ആട്ടിൻകുട്ടിയെ കിട്ടുമെന്നൊരു ഉറപ്പുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് കിട്ടത്തില്ല, ഇനി അങ്ങോട്ടൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല. അപ്പോഴാണ് അവൻ ചോദിച്ചത്, അപ്പ കത്തിയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? പെട്ടെന്ന് അബ്രഹാം വിശ്വാസത്തിന്റെ പരിചയം എടുത്തു. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് അതിനെ ജയിക്കുന്ന ഒരു രംഗം. അടുത്ത വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിച്ച്, 8-ാമത്തെ വാക്യം, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മക്കനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ ഇവർ ഇരുവരും ഒന്നിച്ചു നടന്നു. നമുക്ക് അബ്രഹാം വിശ്വാസത്തിന്റെ പരിചയം എടുത്തു. അതാണ് ആ വിശ്വാസത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. പതറിപ്പോയില്ല. അവിടെ പറയാൻ തന്റെ ഹൃദയത്തിന്റെ അകത്തൊരു വാക്ക് ദൈവം കൊടുത്തു. ആ വാക്ക് ധൈര്യമായിട്ട് അബ്രഹാം അങ്ങ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. ദൈവം കരുതിക്കൊള്ളും. ഇനി വെളിപ്പെടുന്ന എല്ലാം ദൈവത്തിന്റെ കരുതലാണ്. നമ്മുടെ സമയങ്ങളെല്ലാം കഴിഞ്ഞുപോയി കേട്ടോ. സിനിമോൾ ആ ഡിവൈസുള്ള മകളോട് ഇന്ന് പകലിൽ പരിശുദ്ധ ആത്മാവി പ്രഭാതത്തിൽ ദൂത് കൈമാറുകയാണ്. അസ്തനാറകൽക്കമന, നിങ്ങളുടെ സമയങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇനി ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഇനി ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ഹല്ലേലൂയ. റമന ശംദല റബൽ കമന. നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. ഇനി ദൈവപ്രവൃത്തിയുടെ സമയങ്ങളാ. ഇനി നമ്മുടെ ചിന്തകളൊക്കെ തകർന്നു. എന്നാൽ ഇനി ദൈവപ്രവൃത്തിയുടെ സമയങ്ങളാ. ഇനി ദൈവത്തിന് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു ചിന്ത ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇട്ടു തരികയാണ്. പക്ഷെ കർത്താവിനോട് പറയുന്നു, ധൈര്യമായി വിശ്വസിച്ചു, ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അർദ്ധന റഗൽ കമന വൈഡബ ജുഡരമന ഘടകസ്യ. വിഷയത്തിന്റെ മേൽ സ്വർഗം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവിന്ന് പ്രഭാതത്തിൽ ആലോചന പറയുകയാ. അസ്കന റഗൽ കമന ഹസ്തൽ പ്രൗഢ രമന ഗക്ഷസ്യ. ദൈവം പ്രവർത്തിക്കുമെന്ന് ചിന്തിച്ച സമയങ്ങളും കാലങ്ങളും നിമിഷങ്ങളും ഒക്കെ കടന്നുപോയെങ്കിലും ഇന്ന് പകൽക്കാലം ഭാരപ്പെടേണ്ട. ദൈവപ്രവൃത്തി ഇനിയും നിന്റെ മുമ്പിലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആലോചന പറഞ്ഞുറപ്പിക്കുകയാ. സാഹചര്യങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങളുടെ കണ്ട് ചുറ്റുപാടുകളെ കണ്ട് ഭയം കണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആലോചന പറയുന്നു. പലപ്പോഴും സാഹചര്യങ്ങൾ കണ്ട് ചുറ്റുപാടുകൾ കണ്ട് എന്തായിത്തീരും, എങ്ങനെയായിത്തീരുമെന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടുന്ന ചില അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചുറ്റുപാടുകളും സാഹചര്യങ്ങളും നിൽക്കുന്ന മണ്ഡലങ്ങളും ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ ഭാരപ്പെടേണ്ട. അതിന്റെ നാട്ടുവിൽ ഒരു ജയം തരാൻ കഴിവുള്ള കർത്താവിന്റെ കരം ചലിക്കുന്നുവെന്ന് യേശു കർത്താവ് ഇന്ന് പകൽ ഓർപ്പിക്കുന്നു. ആകയാൽ ഈ പകൽക്കാലം ധൈര്യം സംഭരിക്കുക, ധൈര്യത്തോടെ മുൻപോട്ട് ചലിക്കുക. പ്രവർത്തികൾ റിസീവ് ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവിന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, അബ്രഹാം ഇനി ഒരു ആട്ടിൻകുട്ടിയെ ലഭിക്കാനുള്ള സാധ്യതയില്ല. വീട്ടിൽ നിന്നിറങ്ങിയ സമയത്ത് ഇസഹാക്ക് പോലും വിചാരിച്ചു ഒരാട്ടിൻകുട്ടിയെ അപ്പൻ എവിടെന്നെങ്കിലും കിട്ടും, അല്ലെങ്കിൽ മേടിക്കും, അല്ലെങ്കിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഒന്നും പ്രതികരിച്ചില്ല. പക്ഷെ ഇപ്പോൾ ഇസഹാക്ക് പ്രതികരിക്കുക, അപ്പൊ കത്തിയുണ്ട്, വിറകുണ്ട്, ഇനി യാഗത്തിനുള്ള മൃഗവും കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ ഉള്ളു. എന്ത് പറഞ്ഞു? പാലിക്കാട് പറഞ്ഞില്ലേ, ഞാനും മകനും അവിടത്തോളം ചെന്ന് ഈ ആരാധന കഴിച്ചു മടങ്ങി വരാമെന്ന് പറഞ്ഞില്ലേ? പക്ഷെ ആരാധന കഴിക്കാനുള്ള മൃഗം എവിടെ? ഏതൊരപ്പന്റെയും ഹൃദയം മുറിക്കുന്നൊരു ചോദ്യമാകട്ടോ. ചില ചോദ്യങ്ങൾക്ക് മറുപടികൾ പറയാൻ ദൈവം നിന്റെ ചില വാക്കുകൾ തരും കേട്ടോ.
വിൽസൺ മാത്യു ആ ഡിവൈസിലുള്ള മകനോട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇങ്ങനെ ഇടപെടുകയാകട്ടെ. വിൽസൺ മാത്യു, ആമീൻ, ചില വിഷയങ്ങളോട് മറുപടി പറയാൻ ചില വാക്കുകൾ നിന്റെ നാവിൽ ദൈവം തരുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ആലോചന പറയുന്നു. റമന ഹസ്തന റബൽ കമന, ചില വിഷയങ്ങളോട് പ്രതികരിക്കാൻ, ചില വിഷയങ്ങളോട് മറുപടി പറയാൻ. ജമന ഹസ്തന രഗൽ കമന, എന്റെ ആമേൻ വാക്കുകൾ നിന്റെ നാവിന്റെ തുമ്പത്ത് ഞാൻ തരുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്ത് പറയണം? നിങ്ങൾ എന്ത് പറയണം എന്നോർത്ത് ഭാരപ്പെടേണ്ട, പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ട സമയത്ത് നിങ്ങളുടെ നാവിൻ തുമ്പിൽ തരാൻ ഞാൻ വിശ്വസ്തനാണെന്ന് ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ദൂത് പറയുന്നു. ആമേൻ, ഈ ദിവസങ്ങളിൽ അനേകരെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്താൻ ശിഷ്യന്മാരുടെ നാവ് ഞാൻ തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആലോചന പറയുന്നു. റമന ശന്തല റീബൽ കമന ഹസ്തൽ പ്രൗഢ രമന ഘടക ജുഡരബദല ഘടക ശന്തൽ പ്രൗഢ രമന ഗച്ഛസ്യ. ഇന്ന് പകൽക്കാലം ആ നാവിൽ ആ ദൈവിക അധികാരം ചിലരോട് സംസാരിക്കുമ്പോൾ ആമേ വെളിപ്പെടുന്ന ആ ദൈവിക അധികാരമൊക്കെ തന്ന് ഞാൻ പരിപാലിപ്പാൻ വിശ്വസ്തനായ ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് അബ്രഹാം പ്രതികരിച്ചത്? എങ്ങനെയാണ് അബ്രഹാം പ്രതികരിച്ചത്? അബ്രഹാം ധൈര്യത്തോടെ പറഞ്ഞു. അബ്രഹാമിനും അറിയാം ഇനി ഒരു സാധ്യതയില്ലെന്ന്. ആമേൻ. അബ്രഹാമിനും അറിയാം ഇനി ഒരു വഴി തുറക്കത്തില്ല, ഇനി ഒരു വഴി തുറക്കാനുള്ള സാധ്യതയില്ല. ഇനി വിശ്വാസത്തിലൂടെ മാത്രമാ ഇനി വഴി തുറക്കുന്നത്. വിശ്വാസത്തിലൂടെ മാത്രമാ ചിലത് സംഭവിക്കാൻ പോകുന്നത്. വിശ്വാസത്തിലൂടെ മാത്രമാ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നത്. അതാണ് അബ്രഹാം അവിടെ പറഞ്ഞത്. യെസ്, ഹല്ലേലൂയ. രക്തത്താഴ്ചയം അബ്രഹാം പറയുക. ആമേൻ. എന്താ പറയുന്നത്? ആമേൻ, മകനെ, ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ യഹോവ നോക്കിക്കൊള്ളും. ദൈവം നോക്കുമെന്ന്. ആമേൻ. ഇന്ന് പകൽ ദൈവം നോക്കുമെന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. ആമേൻ. ഡാനിയൽ അല്ലെ, ഡാനിയൽ ഷോ, അല്ലെ, ഡാനിയൽ ഷോ, ആ മകനോട് കർത്താവിന്റെ ആത്മാവിന്റെ പ്രഭാതത്തിൽ ഇടപെടുകയാകട്ടോ. ദൈവം നോക്കിക്കൊള്ളും കേട്ടോ. ചില വിഷയങ്ങളെ കർത്താവ് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ടിരുന്നു. ദൈവം നോക്കുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടാൻ വേണ്ടി പോവുകയാണെന്ന് പരിശുദ്ധ ആത്മാവിന്റെ പ്രഭാതത്തിൽ ദൂത് പറയുക. അമന ഹസ്തന റബൽ കമന അടരമന ഘടകസ്യ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നോക്കിക്കൊള്ളുമെന്ന് ആമേൻ ഇന്ന് പ്രഭാതത്തിൽ പറയാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി ആമേൻ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവുകയാ. ഹസ്തന റഗൽ കമന, കഴിഞ്ഞ നാളിൽ എത്രയോ ശ്രേഷ്ഠമായി ഞാൻ നടത്തി, എന്നാൽ ഇനിയും നടത്താൻ ആമേൻ എനിക്ക് കഴിയുമെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുക. ദൈവം നോക്കിക്കൊള്ളും. യെസ്, ഹല്ലേലൂയ. ചില വിഷയങ്ങളെ ദൈവം നോക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് പരിമിതികളും ഒക്കെ ഉണ്ട്. നമുക്ക് കണ്ണെത്തുന്ന ദൂരത്തിനും പരിധികളുണ്ട്. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കണ്ണെത്താത്ത ദൂരത്ത് ആമേൻ സംരക്ഷിക്കുവാൻ, സൂക്ഷിക്കുവാൻ, കരുതുവാൻ കഴിവുള്ള ഒരു വലിയ ദൈവമുണ്ട്. അവൻ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ അവൻ കരുതുക തന്നെ ചെയ്യും. എന്നിട്ട് പറയുന്നു, ആമേൻ, ആമേൻ, 1 പത്രോസ് 5 5 7 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നത് അവൻ ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിനെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആലോചന പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. നോക്കുക, അബ്രഹാം പറയുക, വിശ്വാസത്തിന്റെ പരിചയെടുത്തു, വിശ്വാസത്തിന്റെ വാക്ക് പറയുക. എന്താ പറയുന്നത്? യഹോവ നോക്കിക്കൊള്ളും. ഒന്നും കണ്ടിട്ടൊന്നുമല്ല. ആമേൻ. അവിടെ എന്ത് സംഭവിക്കുമെന്ന് ദൈവം അവരോട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ വിശ്വാസികളുടെ പിതാവെന്ന് നമ്മൾ അവകാശപ്പെടുന്ന അബ്രഹാം, വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം ധൈര്യമായിട്ട് പറഞ്ഞു, യഹോവ നോക്കിക്കൊള്ളും. എപ്പോ പറയുന്നു എന്നുള്ളതിനകത്താണ് പ്രാധാന്യം കേട്ടോ. ആമേൻ. എല്ലാം ഉള്ളപ്പം പറയുന്ന പോലെ അല്ല. ആമേൻ കേട്ടോ. ഒന്നും ഇല്ലാത്തവൻ പറയുന്നതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഒന്നും ഇല്ലാത്തപ്പോൾ ആ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോഴാണ് എന്ത് വെളിപ്പെടുന്നത്? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രൈസ് ഗാഡ്. എല്ലാം ഉള്ളപ്പോൾ നമുക്ക് എന്ത് വെള്ളം പറയാം അല്ലേ? വലിയ പ്രതീക്ഷയോടെയാ കെരീത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ഏലിയാവ് പോകുന്നത്. കാരണം ഏലിയാവിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. കെരീത്തിലെ വെള്ളം വറ്റി, കാക്കയുടെ വരവ് എന്ത് ചെയ്തു? നിന്നു. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്നാ ദൈവം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? നേരെ നീ സെറഫ്ത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. നിന്നെ പോറ്റാൻ ഒരു വിധവ അവിടെ ഒരുക്കിയിട്ടുണ്ട്. യെസ്. അങ്ങനെ പറയുമ്പോൾ
എന്റെയും നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്ത എന്താ? നല്ല സമ്പന്നയായ ഒരു വിധവ അല്ലേ, 3 നേരം ആഹാരം കൊടുക്കാൻ കഴിവുള്ള, നല്ല എന്താ പറയുക, നല്ല താമസിക്കാൻ വീടുള്ള, ആമേൻ, ഒരു കുടുംബം ആരൊരുക്കിയിട്ടുണ്ട്? ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ പ്രതീക്ഷയോടെയാണ് ആമേൻ കെരീത്തിൽ നിന്ന് സെരഫ്തിലേക്ക് ആര് പോകുന്നത്? നമ്മുടെ ഏലിയാവ് പോകുന്നത്. പക്ഷേ സാരപ്തിലേക്ക് ചെല്ലുമ്പോൾ സംഭവിച്ച കാര്യം എന്താ? ഒരു വിധവയും മകനും വിറക് വറുക്കുക. ഈ സ്ത്രീയാണോ ആ സ്ത്രീയാണോ എന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷേ ഏലിയാവ് പറഞ്ഞു, അവരെ കണ്ടു. അവരുടെ വീട്ടിലേക്ക് ഏലിയാവിനോട്, പ്രവാചകനായ ഏലിയാവിന് മനസ്സിലായി ഇത് തന്നെയാണ് ആമേൻ ദൈവം പറഞ്ഞ സരപ്തിലെ വിധവ. വിധവയോട് ചോദിച്ചു, എന്താ ചോദിച്ചത്? ആമേൻ, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞ വിശേഷം എന്താണെന്നറിയാമോ? സകല പ്രതീക്ഷകളും തല്ലിക്കെടുത്തുന്ന വിശേഷമാണ് ആര് പറഞ്ഞത്? വിധവ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാനും മകനും ഒരപ്പം ഉണ്ടാക്കി കഴിച്ച് മരിക്കാൻ പോകും. അത്രമാത്രം ക്ഷാമം ഞങ്ങൾ അനുഭവിക്കുകയാണ് എന്നവര് പറഞ്ഞു. അപ്പം നമ്മളാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ നേരെ അടുത്ത വഴിയിലോട്ട് പോകും. കാരണം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ദൈവം പറഞ്ഞ വിധവ ഇതൊന്നും അല്ല. നമ്മൾ വേറെ എന്തെങ്കിലും വഴികൾ അന്വേഷിക്കും. പക്ഷെ ഏലിയാവിനറിയാം, ഇവിടെ ഒരു ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെടാനുണ്ട്. രക്തത്താൽ ജയം. ഹല്ലേലൂയ. കല അല്ലെ, ആ ഡിവൈസിലുള്ള മകളോട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. റിമന ഹസ്തന റബൽ കമന. ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാനുണ്ട്. ചില പ്രതികൂലങ്ങളുടെ നടുവിൽ, ചില പ്രതിസന്ധികളുടെ നടുവിൽ, ചില കണ്ണുനീരിന്റെ നടുവിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാനുണ്ടെന്ന് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധ ആത്മാവ് ദൂത് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. റക്തല റഗൽ കമന വൈഡരമന ഘടകസ്യ. ദൈവാത്മാവ് പറഞ്ഞു, ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഈ ദിവസങ്ങളിൽ ചില ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ഒരുങ്ങാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. നോക്കുക, ഏലിയാവ് അവിടെ പേടിച്ച് പോയൊന്നുമില്ല. ഏലിയാവ് പറഞ്ഞു, എന്താ പറഞ്ഞത് അറിയാമോ? എന്താ പറഞ്ഞത്? ആദ്യത്തെ ഒരു അട എനിക്ക് ഉണ്ടായിക്കൊണ്ടുവാ എന്ന് പറഞ്ഞു. അവര് പോയിട്ട് ആദ്യത്തെ അട കൊണ്ടുവന്ന് ഏലിയാവിന് ഉണ്ടാക്കി കൊടുത്തു. വചനം പറയുന്നു, പിന്നീട് അവളുടെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, കലശത്തിലെ എണ്ണ തീർന്നു പോയില്ല. ദൂത ഞാൻ പറയാം, ഇന്ന് പ്രഭാതത്തിൽ കൊടുത്തു എന്നതിനെ കഴിഞ്ഞുപരിയായി അഭിഷിക്തന്റെ വാക്കിന് മുമ്പിൽ അതിന്റെ അകത്തൊരു അത്ഭുതം ചെയ്തെങ്കിൽ, പ്രതികൂലത്തിന്റെ മുമ്പിൽ വിശ്വാസത്തിന്റെ പരിചയെടുത്ത് ഏലിയാവിന്റെ മുമ്പിൽ അത്ഭുത വഴികൾ തുറന്നതുപോലെ ചില അത്ഭുത വഴികൾ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംഭവിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പലരോടും ആലോചന പറയുകയാണ്. ലീന റിജിയാണ് അല്ലെ, ലീന. ആമേൻ. അവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഇടപെടുകയാ. ആമേൻ. ചില പ്രതികൂല പ്രതിസന്ധികളുടെ നടുവിലത്രേ നീ ദൈവപ്രവൃത്തി കാണാനായിട്ട് പോകുന്നത്. റമന ഹസ്തുന റബൽ കമന. ആമേ, അപ്രതീക്ഷിതമായ ചില വിടുതലുകൾ നിന്റെ ഭവനത്തിന്റെ അകത്ത് സംഭവിക്കും. കർത്താവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു, അപ്രതീക്ഷിതമായ ചില വിടുതലുകൾ, പ്രതീക്ഷിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ, രക്തത്താൽ ജയം. പ്രതീക്ഷിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ നിന്റെ വീടിന്റെ അകത്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. ആമേൻ. സ്വത്രം. പെട്ടെന്ന് ചില വഴികൾ തുറക്കുന്നു, പെട്ടെന്ന് ചില വാതിലുകൾ തുറക്കുന്നു. ഹസ്തന റബൽ കമന, ഹസ്തുല റബൽ കമന. ഒരുപക്ഷെ വർഷങ്ങളായി നീ അഭിമുഖീകരിക്കുന്ന വിഷയമായിരിക്കാം, അല്ലെങ്കിൽ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ഓ റീബൽ കമന ഹസ്തന റബൽ കമന. ആമേൻ, ആമേൻ, ആമേൻ. ഒരുപക്ഷെ പ്രാർത്ഥിച്ച് മടുത്തുപോയി എന്ന് പോലും തോന്നുന്ന ചില വിഷയങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് പറയുന്നു, പെട്ടെന്ന് ഒരു പ്രഭാതം, ആമേൻ, ദൈവപ്രവൃത്തിയുടെ സമയമായിട്ട് ആ സ്ത്രീക്ക് മാറിയതുപോലെ ചില ദൈവപ്രവൃത്തിയുടെ സമയം നിന്റെ ഭവനത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും പെട്ടെന്ന് സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞ് ഉറപ്പിക്കുക. കർത്താവ് പറഞ്ഞു, ശക്തമായി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ചില ദൈവിക വിടുതലുകൾ, പെട്ടെന്ന് ചില ദൈവിക പദ്ധതികൾ നിന്റെ ഭവനത്തിന്റെ അകത്ത് വെളിപ്പെടാൻ സമയമായി. ഒരാളോട് മാത്രമല്ല, പലരോടും ദൈവത്തിന്റെ ആത്മാവ് ഈ ഡിവൈസുകളിലൂടെ പറയുന്നു, പെട്ടെന്ന് ചില ദൈവ പദ്ധതികൾ, അത് ദൈവത്താൽ ഒരുക്കപ്പെടുന്നതാണ്, ദൈവത്താൽ അയക്കപ്പെടുന്നതാണ്. ദൈവം മാത്രം ക്രെഡിറ്റ് എടുക്കുന്ന, ആമേൻ, ദൈവം മാത്രം മഹത്വം എടുക്കുന്ന ചില വിഷയങ്ങൾ നിന്റെ വ്യക്തിപരമായ ജീവിതങ്ങളുടെ അകത്ത് സംഭവിപ്പാൻ സമയമായെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. യെസ്. ദിബന ബൗഡബ രഗദന ജുഡബരബദല മൗഷന്തൽ പ്രൗഢമാന ഗച്ഛസ്യ. ഹല്ലേലൂയ. നോക്കുക, ഇവിടെ അബ്രഹാം പറയുക, ഹോമയാഗത്തിന് ഇനി ഒരു സാധ്യതയില്ല. അതുവരെ വാ തുറക്കാതിരുന്ന ഇസഹാക്ക് അപ്പ വാ തുറന്നു. അത് ഇസഹാക്ക് പറയും, എന്ത് പരിപാടി ഇത്, ഇനിയപ്പോ മുമ്പോട്ട് പോയിട്ട് എന്താ കാര്യം? ഇപ്പൊ ബാല്യക്കാരോട് എന്താ പറഞ്ഞത്? ഇവിടെ ഇരിക്കുക, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അബ്രഹാമിന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയാൻ പറ്റുമോ? നിന്നെ അട യാഗം കഴിക്കാൻ പോകുന്നു പറയാൻ പറ്റുമോ?
പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പക്ഷെ അങ്ങനെ അവിടെ വെച്ച് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ? പക്ഷെ അതൊന്നും പറയാതെ വിശ്വാസത്തിന്റെ പരിചയം എടുത്തു, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വാക്ക് പറയുക. ഹോമയാഗത്തിന് ഒരു മൃഗത്തെ യഹോവ നോക്കിക്കൊള്ളും, ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസഹാക്ക് അത് വിശ്വസിച്ചു. ആമേൻ. വിശ്വാസം ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു അനുഭവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തുണ്ടാകണം, അല്ലെ? വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകരപ്പെടണം, അല്ലെ? തിമോഥെയോസ് ലേഖനം വായിക്കുന്നത് നിന്റെ അമ്മയായ യുനീക്കയിലും നിന്റെ വലിയമ്മയായ ലോവീസിലും ഉണ്ടായിരുന്നു. കണ്ടോ? വിശ്വാസത്തിന് ഒരു ഭയങ്കര വ്യാപാര ശക്തിയുണ്ട്. ആമേൻ, ആമേൻ. പൗലോസ് പറയാ, തിമോഥെയോസേ, ഇത് നിന്റെ മേൽ വ്യാപരിക്കുന്ന വിശ്വാസം നിന്റെ സ്വന്തം വിശ്വാസമൊന്നുമല്ല. ആമേൻ. നിന്റെ വലിയമ്മയായ ലോവീസ് ഉണ്ടായിരുന്നു, നിന്റെ അമ്മയായ യുനീക്കയിൽ ഉണ്ടായിരുന്നു, അത് നിന്റെ മേലും ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, വിശ്വാസം വ്യാപരിക്കുന്നത് തലമുറകളിലേക്ക് വിശ്വാസത്തിന്റെ ഒരു ഇമ്പാർട്ടേഷൻ സംഭവിക്കട്ടെ. ഇന്ന് പകൽ ഈ ഡിവൈസിലുള്ള പല മാതാപിതാക്കളോടും ആത്മാവിൽ ഞാൻ ദൂത് പറയാം, നിങ്ങളുടെ തലമുറകളിലേക്ക് ലോവീസിൽ നിന്ന് യുനീക്കയിലേക്ക്, യുനീക്കിൽ നിന്ന് തിമോഥെയോസിലേക്ക് വ്യാപരിച്ചതുപോലെ ഒരു വിശ്വാസത്തിന്റെ ഇമ്പാർട്ടേഷൻ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. റമന ഹസ്തുന റബൽ കമന വൈഡര ബദല ഘടകക്ഷാര. ഇന്ന് പൽക്കാലത്തെ ഇമ്പാർട്ടേഷൻസ് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. രക്തത്താൽ ജയം. ദിബാലപാന ഹസ്തന റബത്തുന മനകക്ഷാര റബൽ കമന. നിന്നോട്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അമേൻ, നിന്നോടുകൂടെ നിന്റെ വിശ്വാസം തീരത്തില്ലത്. അമേൻ. അത് അടുത്ത തലമുറയിലേക്ക് ദൈവത്താൽ ഇമ്പാർട്ട് ചെയ്യപ്പെടാൻ പോവുക. ദൈവത്താൽ അടുത്ത തലമുറയിലേക്ക് വിശ്വാസം പകരപ്പെടാനായിട്ട് പോവുക. വിശ്വസിക്കുന്ന ഒരു ആമയും പറഞ്ഞ് ഇന്ന് പകൽ ഞാൻ ധൈര്യമായിട്ട് പറയാം, വിശ്വാസം ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അസ്തന റബൽ കമന വൈഡര ബദല ഘടകക്ഷാര. ഈ വിശ്വാസം ആമേ ലോവീസിൽ നിന്നും യുനീക്കയിലേക്ക്, യുനീക്കയിൽ നിന്നും തിമോഥെയോസിലേക്ക് വ്യാപരിച്ചു. അത് അത്ഭുതകരമായ വിശ്വാസമായിരുന്നു. പൗലോസിന് അഭിമാനിക്കത്തന്നെ വിശ്വാസമായിരുന്നു. ചില മാതാപിതാക്കളുടെയൊക്കെ വിശ്വാസം തന്റെ തലമുറകളിലേക്ക് വ്യാപരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? ചില അപ്പനും അമ്മയുടെയൊക്കെ വിശ്വാസം തലമുറകളിലേക്ക് വ്യാപരിക്കുന്നു. നമ്മൾ ഇന്ന് പകലും അത് ഇതിനകത്ത് സംഭവിക്കുക കേട്ടോ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലതിന്റെയൊക്കെ അവസ്ഥകൾ മാറാൻ പോവുക. ചിലതിന്റെ ഈ വിശ്വാസത്തിന്റെ തലം സ്വർഗം മാറ്റാൻ പോവുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൂത് പരിശുദ്ധാത്മാ പറയുന്നു, ചില തലമുറകളുടെ വിശ്വാസത്തിന്റെ തലങ്ങളെ ദൈവം മാറ്റാൻ പോവുക. വിശ്വാസത്തിൽ അവര് ശക്തന്മാരായി തീരാൻ പോവുക. ഒരു ഇമ്പാർട്ടേഷൻ ഓഫ് ഫെയ്ത്ത് ഈസ് ഗോയിങ് ടു ബി ഹാപ്പൻ ഇൻ ദിസ് ഫാസ്റ്റിംഗ് പ്രയർ. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരു വിശ്വാസത്തിന്റെ പുതിയ തലങ്ങൾ വെളിപ്പെടാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുന്നു. നീ ഭാരപ്പെടേണ്ട കേട്ടോ. ഇമ്പാർട്ടേഷൻ സംഭവിക്കും, വിശ്വാസത്തിന്റെ ഇമ്പാർട്ടേഷൻ. റബനകത്തുന റബദന ഘടകക്ഷാര. നിനക്ക് എവിടുന്ന് കിട്ടി ഈ വിശ്വാസം എന്ന് ചോദിക്കത്തക്കവണ്ണം, ഇത് ആരിലുണ്ടായിരുന്ന വിശ്വാസം എന്ന് ചോദിക്കത്തക്കവണ്ണം ചില വിശ്വാസത്തിന്റെ തലങ്ങൾ വെളിപ്പെടുമെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ദൂത് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അബ്രഹാം വിശ്വാസത്തിന്റെ പരിചയം എടുത്തു. എന്താ പരിചയം? മകനെ, ഹോമയാഗത്തിന് ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെ യഹോവ നോക്കിക്കൊള്ളും. ദൈവം നോക്കുമെന്ന് പറഞ്ഞാൽ ദൈവം നോക്കും കേട്ടോ. ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ 100 കണക്കിന് വഴികളുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന വിഷയത്തിൽ അസാധ്യതകൾ ഉണ്ടെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ഇഷ്ടംപോലെ വഴികളുണ്ട്. അബ്രഹാം പറഞ്ഞു, വിശ്വാസത്തിന്റെ പരിചയം എടുത്തു, പറയുകയാണ്, യഹോവ നോക്കിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞു. ആമേൻ. നമുക്കറിയാം 13-ാമത്തെ വാക്യം ഒരാൾ വായിച്ചു, 22:13. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടിൻകോറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകോറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. മതി. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. അബ്രഹാം മകനും മോറിയാമലയുടെ മുകളിൽ ചെന്നു യാഗപീഠം പണിതു. അപ്പോഴും ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ല. യാഗപീഠം പണിതു. ആമേൻ. എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? മൃഗം വെളിപ്പെട്ടില്ല. അവസാനം ഇസ്ഹാക്കിനോട് ഒരു പക്ഷെ അബ്രഹാം പറഞ്ഞു കാണും, എടാ മോനെ, ദൈവം എന്നോട് പറഞ്ഞത് നിന്നെ യാഗം കഴിക്കാൻ. ഒരു മടിയും കൂടാതെ ഇസ്ഹാക്ക് ആ യാഗപീഠത്തിലേക്ക് കയറി കിടന്നു, കൈയും കാലും ഒക്കെ കെട്ടി. ആമേൻ.
നൂറുകണക്കിന് ചോദ്യങ്ങൾ അബ്രഹാമിന്റെ ഹൃദയത്തിന്റെ അകത്തിലൂടെ കടന്നുപോയി. ഒന്ന്, ഇവരെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എവിടെ? ആമേൻ. എന്നെ കുറിച്ച് പറഞ്ഞ ദൈവിക പദ്ധതികൾ എവിടെ? അല്ലെ മീര സിസ്റ്ററെ, കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, റിബാന ശാന്തന റബൽ കമന, നിന്നെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എവിടെ? നിന്നെ കുറിച്ച് പറഞ്ഞ ദൈവ ശബ്ദങ്ങൾ എവിടെ? നിന്നെ കുറിച്ച് പറഞ്ഞ ദൈവ ആലോചനകൾ എവിടെ? നിന്നെയും നിന്റെ കുടുംബത്തെയും കുറിച്ച് പറഞ്ഞ ദൈവ ശബ്ദങ്ങൾ എവിടെ? രക്തത്താൽ ജയം, അതുരമന ഘടകരകതനാണ്. പലപ്പോഴും പിശാച് ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. റമന ശതരമന ഘടകസ്യ, ഇതിനുള്ള വാക്തത്വം എവിടെ? വാക്തത്വങ്ങൾ ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ തന്നെ ഇസഹാക്ക് ആ യാഗപീഠത്തിൽ കിടക്കുന്നത് പോലുള്ള ചില അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. റമന അസ്തുന റബൽ കമന, സകല പ്രതീക്ഷകളും പല വിഷയത്തിന്റെ നടുവിലും അസ്തമിക്കുമ്പോൾ, സകല പ്രതീക്ഷകളും അസ്തമിച്ചു എന്നുള്ള ചില വാർത്തകൾ നിന്റെ ചെവിയിൽ കേൾക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വിശ്വാസത്താൽ പറ, ആ വിശ്വാസത്തിന്റെ പരിചയെടുക്കുക. കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. പൗലോസ് പറഞ്ഞ വാക്കുകളാണത്. പൗലോസ് ആമേൻ കപ്പൽ ഛേദത്തിൽ അകപ്പെടുമ്പോൾ, ആമേൻ 27-ാമത്തെ അപ്പോസ്തല പ്രവർത്തികൾ, ആമേൻ ഒരു പ്രതീക്ഷയ്ക്കും തന്റെ മുമ്പിൽ വകയില്ല. കപ്പലിന്റെ പലകളൊക്കെ ഇളകിത്തെറിച്ചു, കപ്പലിലെ സമാനങ്ങളെല്ലാം ഒരു വലിച്ചെറിഞ്ഞു കളഞ്ഞു. ആമേൻ കര കാണാനുള്ള സാധ്യതയില്ല. സൂര്യനെ പോലും കണ്ടിട്ട് 14 ദിവസങ്ങളായി. എന്നാൽ പൗലോസിനെ അറിയാം ഒറ്റ കാര്യം, നീ റോമിൽ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ആ ഒറ്റ പദം പൗലോസിന് അറിയാം. അതായത് ആമേൻ ഈ റോമിൽ കൈസറുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഈ കപ്പലിന്റെ ആമേൻ ഛേദത്തിൽ അകപ്പെട്ട് ഞാൻ തകരാനിടയായി തീരുകയില്ല. അതുകൊണ്ട് അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ കപ്പലിന്റെ അകത്ത് പൗലോസിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, പൗലോസേ ഭയപ്പെടണ്ട, ഈ കപ്പലിലുള്ളവരെയും നിന്നെയും ആമേൻ കപ്പലിലുള്ള സകലരെയും നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒരു ദ്വീപിൽ മുട്ടി വീഴേണ്ടതാകുന്നു. റിമാന ശന്തന റബൽ കമന, നിങ്ങൾ എല്ലാവരും ഒരു ദ്വീപിൽ മുട്ടി വീഴേണ്ടതാകുന്നു. രക്തത്താൽ ജയം. ആ വാക്ക് കേട്ട പൗലോസ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് തന്റെ കൂടെയുള്ള സഹോദരന്മാരോട് പറയുകയാണ്, സഹോദരന്മാരെ ഭയപ്പെടേണ്ട, കഴിഞ്ഞ രാത്രി ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? റീബാന ശന്തന റബൽ കമന, കഴിഞ്ഞ രാത്രി ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ ആമേൻ ആമേൻ, ആ കാര്യം ഞാൻ വിശ്വസിക്കുകയാണ്. പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. റമന ശന്തന റബൽ കമന, ഇന്ന് പകൽ പറയാൻ തയ്യാറായിരിക്കും. നിനക്ക് വേണ്ടി ഒരു ദൈവിക വിടുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ കരുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു പദ്ധതി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആലോചന പറയുകയാണ്. അമേൻ. ഓ റബ ശന്തന റബൽ കമന, ഇന്ന് പകൽ ചെറിയ കാര്യമല്ല അല്ലേ? കൈയും കാലും ഒക്കെ കെട്ടി അബ്രഹാം ഇസഹാക്കിനെ കടത്തിയിരിക്കുക. 100 കണക്കിന് ചോദ്യങ്ങൾ അബ്രഹാമിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, 100 കണക്കിന് ചിന്തകൾ. ഇസഹാക്കിനും അങ്ങനെ ചിന്ത വന്നില്ലല്ലോ അല്ലെ? ഹോമയാഗത്തിനൊരു മൃഗത്തെ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൃഗവും ഇല്ല, ഒന്നുമില്ല, എന്നെ എന്ത് ചെയ്തിരിക്കുക, പിടിച്ച് കാലും കൈയും കെട്ടി ഇട്ടിരിക്കുക. നിമിഷങ്ങൾക്കുള്ളിൽ എന്റെ മേൽ വാള് വീഴും. യെസ്, രക്തത്താൽ ജയം. ഹല്ലേലൂയ. റീബൽ കമന ഹസ്തന റബൽ കമന, നിമിഷങ്ങൾക്കുള്ളിൽ എന്റെ മേൽ വാള് വീഴും. ഞാൻ എന്നേക്കുമായിട്ട് ഈ മലയുടെ മുകളിൽ അസ്തമിക്കും, അവസാനിക്കും എന്ന് ചിന്തിക്കുന്ന ചില മേഖലകൾ ആലോചിച്ച് നോക്കിയേ. എവിടം വരെ എത്തി? വിശ്വാസന വാക്കുകൾ പറഞ്ഞിട്ട്, പ്രാർത്ഥിച്ചിട്ട് അല്ലെ, വാക്തത്വം കേട്ടിട്ട്, ഇറങ്ങിത്തിരിച്ചിട്ട് അല്ലെ. അമേൻ. സൂസൻ അല്ലെ, ആ ഡിവൈസുള്ള മകളോട് പരിശുദ്ധ ആത്മാവ് ഇങ്ങനെ ഇടപെടുകയാണ്. അബ്രഹാം ഇറങ്ങിത്തിരിച്ചതുപോലെ വിശ്വാസം ഇറങ്ങിത്തിരിച്ചിട്ട് പലപ്പോഴും പ്രതികൂലത്തിന്റെ മുമ്പിലും പ്രതിസന്ധികളുടെ മുമ്പിലും പലരും ചോദിക്കുന്നു, നിന്റെ ദൈവം എവിടെ? എന്നാൽ ഇന്ന് പൽക്കാലം കർത്താവ് പറയുന്നു, ഒരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും കേട്ടോ. ഒരു ദൈവിക വിടുതൽ കർത്താവ് അയക്കും. നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ വിശ്വാസത്തെ മറ്റുള്ളവര് ചോദ്യം ചെയ്ത് ഒരു കൂത്തുകാഴ്ചയാകാൻ
എന്റെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധ ആത്മാവ് ആലോചന പറഞ്ഞ് ഉറപ്പിക്കുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ധൈര്യമായിട്ട് നിന്നു. പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടിറങ്ങി അബ്രാഹാമിനെ ആദരിച്ച അനുഗ്രഹത്തിന്റെ ദൈവം ഇനിയും ആദരിക്കുവാൻ ശക്തനാണെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. രക്തത്താൽ ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകലൊന്ന് ചിന്തിച്ചു നോക്കി, ആ രംഗം നിങ്ങളും ചിന്തിച്ചു നോക്കി. ബാല്യക്കാരോട് പറഞ്ഞത് എന്താ? നിങ്ങൾ എവിടെ ഇരിക്കെ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. മോനോട് എന്താ പറഞ്ഞത്? ഹോമയാഗത്തിന് മൃഗത്തെ ആര് നോക്കിക്കൊള്ളും? ദൈവം നോക്കിക്കൊള്ളും. വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ച അബ്രഹാമേ, നിന്റെ എല്ലാ പ്രതീക്ഷകളും നീ പറഞ്ഞ വാക്കുകളും മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് കത്തിച്ചാമ്പലാകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. അബ്രഹാം കത്തിയെടുത്തു. നിങ്ങൾ ആ മൊമെന്റിലേക്ക് നമ്മൾ പോയാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പ്രസംഗിക്കാൻ എനിക്ക് പറ്റും, കേൾക്കാൻ നിങ്ങൾക്ക് പറ്റും, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പറയുന്നു, ആമേൻ, എല്ലാ കാര്യങ്ങളും അത്ര ഈസി അല്ല. പക്ഷെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും കേട്ടോ. ദൈവാത്മാ പറയും, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കല്ലറയ്ക്കകത്താണെങ്കിലും മരിച്ചെന്ന് പറഞ്ഞാലും 4 നാളായാലും നാറ്റം വെച്ചാലും, ആമേൻ, വിശ്വസിച്ചാൽ എന്ത് കാണാൻ പോവാ? ദൈവത്തിന്റെ മഹത്വം കാണും. രക്തം ജയം റിബൽ കമന ഘടകസ്യ. പെട്ടെന്ന് അബ്രഹാമിനെ ദൈവം വിളിക്കുക, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. കണ്ടോ, ഇതാ ദൈവപ്രവൃത്തി. ആമേൻ, ഹല്ലേലൂയ. ഗ്രേസി എബ്രഹാം അല്ലെ, അടൂർ അല്ലെ, ആ ഡിവൈസിലെ 2 പേരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. റമന ഹസ്തന റബൽ കമന, ഹല്ലേലൂയ. വചനം പറയുന്നു, ആമേൻ, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുന്നു, ഒരു ലാസ്റ്റ് മിനിറ്റ് മിറക്കിളിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൂ. ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ പ്രതീക്ഷകൾ കൈവിട്ടു എന്ന് വിചാരിച്ച് പോയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ദൂത് പറയുന്നു, ഇല്ല, നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. കർത്താവ് ആ വാക്യം ഇടപെടുക, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. നിങ്ങളുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്താൻ പിശാച് ശ്രമിക്കുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ധൈര്യമായിട്ട് വിശ്വസിച്ചു, നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ചില പ്രവൃത്തികളുമായിട്ട് സ്വർഗം ഇറങ്ങുക. ആമേ, ഹല്ലേലൂയ. വീട്ടിൽ നിറങ്ങിയപ്പോ ദൈവപ്രവൃത്തി കണ്ടില്ല, വഴി ില്ല, മലയുടെ താഴ്വാരത്തിൽ ദൈവപ്രവൃത്തി കണ്ടില്ല, യാഗപീഠം പണിയുമ്പോൾ ദൈവപ്രവൃത്തി കണ്ടില്ല, ഇസഹാക്കിനെ അവിടെ കിടത്തുമ്പോൾ ദൈവപ്രവൃത്തി കണ്ടില്ല, കൈ കാലിൽ കെട്ടുമ്പോൾ ദൈവപ്രവൃത്തി കണ്ടില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം അതിന്റെ അർത്ഥം ദൈവപ്രവൃത്തി കാണത്തില്ലെന്നല്ല. പക്ഷേ അവസാന നിമിഷം അബ്രഹാമിനും വേണ്ടിയിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ആ മോറിയ മലയുടെ മുകളിൽ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവപ്രവൃത്തികൾ കാണാത്ത പല സ്ഥലങ്ങളിലൂടെ, പ്രാർത്ഥനയുടെ മറുപടികൾ ഇല്ലാത്ത പല മേരികളിലൂടെ നിങ്ങൾ കടന്നുപോയെങ്കിലും ഭാരപ്പെടേണ്ട. ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർപ്പിക്കുകയാ. സ്തോത്രം, ഹല്ലേലൂയ. ധൈര്യമായിരിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആലോചന പറയുന്നു. നോക്കുക, ഇവിടെ ആമേൻ തല ഉയർത്തി നോക്കി. പറഞ്ഞത് സംഭവിച്ചോ? വിശ്വസിച്ചത് സംഭവിച്ചോ? നിങ്ങൾ പറ. അവിടെ എഴുതിയിരിക്കുക 13-ാമത്തെ വാക്യം, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിച്ചോ? ആമേൻ. ഇന്ന് രാവിലെ ഈ മീറ്റിംഗിൽ നിങ്ങളെ സംബന്ധിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് പറയാം. ആമേൻ. എന്താണ് എന്നാ പേര് നോക്കോട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. Glory to Master. Uraba Shantala Rebel Kamana. Astana Rebel Kamana. Hallelujah. ജസ്നി റോബിനോ എന്താണ്? ഓക്കെ സിസ്റ്ററെ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രഭാതത്തിൽ ഇടപെടുകയാണ് കേട്ടോ. റബൽ കമന ഹസ്തന റബൽ കമന. ദൈവം പ്രവർത്തിച്ചു, ദൈവം പ്രവർത്തിച്ചു. ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുന്നു, നീ ദൈവപ്രവർത്തികൾ കാണാൻ സമയമായി കേട്ടോ. രക്തതാജ്യം ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു. നിന്റെ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ചില വഴികൾ തുറന്നു കഴിഞ്ഞെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ചിലത് കണ്ടില്ല എന്ന് വിചാരിച്ച്, ഇപ്പോൾ കാണുന്നില്ല എന്ന് വിചാരിച്ച് ഇല്ലെന്നല്ല കേട്ടോ. ചിലത് കണ്ണ് തുറന്ന് കാണാൻ പോവുകയാ. ഹാഗാർ മരുഭൂമിയിൽ കരഞ്ഞപ്പോൾ പുതിയൊരു ഉറവ ഉണ്ടാക്കുകയല്ല ദൈവം ചെയ്തത്, മറിച്ച് അവളുടെ കണ്ണ് തുറന്നപ്പോൾ ഒരു നീരുറവ കണ്ടു എന്ന് പറയുന്നത് പോലെ കർത്താവ് പറഞ്ഞു, ചിലത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടിരിക്കും.
വെളിപ്പെട്ടിരിക്കുക. റമന രഗതന ജുഡരബദന ഘടകസ്യ. എന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ട് കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും ചിലത് കർത്താവ് ഒരുക്കിയിട്ടിട്ടുണ്ടെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. റമന ശന്തന റബൽ കമന. കർത്താവ് ഇങ്ങനെ പറയുന്നു, ചിലതെല്ലാം പ്രിപ്പയർ ആണ് കേട്ടോ. ദൈവമാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, മനുഷ്യനല്ല. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുമ്പോഴും ഒരുപക്ഷെ ചിലതൊന്നും കാണുന്നില്ലെങ്കിലും ഓർത്ത് ഭാരപ്പെടേണ്ട. കർത്താവിന്റെ കരം ചലിക്കാൻ സമയമായെന്ന് ഈ രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഓർപ്പിക്കുകയാ. റീബൽ കമന ഹസ്തന റാന്തന റിഗൽ കമന ഓ റീബൽ പ്രൗഢ രമന ഘടകസ്യ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ചില അനുഗ്രഹിക്കപ്പെട്ട ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവിന്റെ കരം വെളിപ്പെടുമെന്ന് ഇന്നൊരു പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. ആമേൻ. അബ്രഹാം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആമേൻ. വിശ്വാസത്തിന്റെ പരിച എടുത്ത അബ്രഹാം ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് നിരാശനായിട്ടല്ല. ആമേൻ. സ്വത്രം എങ്ങനെ ഇറങ്ങിയത്? താൻ എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം തന്റെ ജീവിതത്തിൽ സംഭവിച്ചു. താൻ എന്തെല്ലാം ആമേൻ 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 ബാല്യക്കാരോട് പറഞ്ഞു അത് സംഭവിച്ചു. മകനോട് എന്തെല്ലാം പറഞ്ഞു അത് സംഭവിച്ചു. ആമേൻ. സ്വത്രം ആ മൃഗത്തെ അല്ലെങ്കിൽ ആട്ടിൻകൊറ്റനെ എടുത്ത് അവിടെ യാഗം കഴിച്ച അനന്തരം മലയിൽ നിന്ന് അബ്രഹാം വിളിച്ചു പറയുന്ന ഒരു പദമുണ്ട്, യഹോവ ഈരേ. ഹല്ലേലൂയ. കരുതുന്നവനായ ദൈവം. റീബാന ശന്തന റബൽ കമന ഹസ്തൽ പ്രൗഢ രമന ഘടക ശന്തൽ പ്രാര ഹസ്തന പ്രൗഢ രമന ഘടകസ്യ. സ്റ്റാൻലി പീറ്റർ കണ്ണൂർ അല്ലെ, ആ ഡിവൈസുള്ള മകളോട് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഈ പ്രഭാതത്തിൽ ആലോചന പറയുന്നു. നീ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ വിശ്വസിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഉരുവിടുന്ന ചില വിഷയങ്ങളുടെ മറുപടികൾ എന്താഗ്രഹിക്കുന്നു അതുപോലെ ചെയ്തു തരാൻ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധ ആത്മാവ് ദൂതുവഴി മാറുകയാണ്. ദമന ഹസ്തന റബൽ കമന. പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഓപ്പോസിറ്റ് മറുപടികൾ അല്ല കേട്ടോ ഇനി വെളിപ്പെടാൻ പോകുന്നത്. അർദ്ധന റിബൽ കമന. കർത്താവ് പറയുന്നു, പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം നീ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആമേൻ മറുപടി തരും. ആമേൻ. സക്കറിയാവിനോട് ദൈവം പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ആമേൻ എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ചില ഉത്തരങ്ങളുമായി ദൈവത്തിന്റെ ദൂതൻ നിന്റെ ഭവനത്തിന്റെ അകത്ത് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെട്ടിറങ്ങി വരുന്ന സമയങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നതെന്ന് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ആത്മാവ് ആലോചന പറയുന്നു. കർത്താവ് പറയുന്ന ദിവസങ്ങളിൽ വെയിറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ ചില ദൈവിക വിടുതലുകളുടെ ആമേൻ ആമേൻ പ്രവൃത്തികൾ കാണാൻ സമയമായി. വളരെ വേഗത്തിൽ വെളിപ്പെട്ടു വരുന്ന ചില ദൈവപ്രവൃത്തികൾ, വളരെ വേഗത്തിൽ വെളിപ്പെട്ടു വരുന്ന കർത്താവിന്റെ ചില ശക്തിയേറിയ പ്രവൃത്തികളൊക്കെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെടുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വചനം പറയുന്നു, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. ഇന്നത്തെ ഈ മീറ്റിംഗിൽ വിശ്വാസത്തിന്റെ പരിച എടുക്കാൻ തയ്യാറായാൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടും. ഞാൻ എല്ലാവരോടും ഒന്നും ദൂത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട. ഈ വചനത്തിന്റെ വെളിപ്പാടിൽ നിങ്ങളോടൊക്കെ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. അസ്താലെ കോനിയ റാംപിയാന റബൽ കമന വൗഡരമന ഘടകച്ചാര. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. വിളിച്ചവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. ഹല്ലേലൂയ. കാലിനെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ പ്രഭാതത്തിൽ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തികളായി ഭവനങ്ങളുടെ അകത്ത്, വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയുടെ പ്ലാറ്റ്ഫോമിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. കർത്താവെ, ഇന്ന് ദിവസങ്ങളിൽ പറയുന്ന ചില ആലോചനകൾ അത് നിമിഷാർത്ഥങ്ങൾ കൊണ്ട് ആമേൻ ആമേൻ വിടുതലുകളായി മാറട്ടെ. കേൾക്കുന്ന ചില ദൈവശബ്ദങ്ങൾ കുടുംബങ്ങളിൽ, കുടുംബ ജീവിതങ്ങളിൽ, വ്യക്തിപരമായ ജീവിതങ്ങളിൽ അതിശയകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതിനും സന്തോഷിപ്പാൻ അവസരം തന്നതിനും പ്രത്യേകം നന്ദി കർത്താവിന്റെ ദാസിയോട് അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ലോങ് ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പം മുമ്പ് നിർത്തിയത്. എനിക്കിപ്പോൾ എറണാകുളത്താണ് ഞാൻ ഉള്ളത്. തൊടുപുഴയിൽ ഒരു മീറ്റിങ്ങിന് എനിക്ക് കടന്നു പോകണം. അപ്പൊ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. കർത്താവ് നമ്മളെല്ലാവരെയും മാനിക്കട്ടെ. ആമേൻ.